കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവം ഏകൻ, യേശുക്രിസ്തു ഏകസത്യ ദൈവം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൂടി പഠിക്കുകയാണ്. ഏകദൈവം, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് യേശുവിനെ ദൈവമെന്ന് വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാണ് യേശുക്രിസ്തു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീനായി പർവ്വതത്തിൽ മോശയും അഹരോനും നാദാവും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും ദൈവത്തെ കണ്ട് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ പഠിക്കുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണാൻ കഴിയുകയുമില്ല. കാരണം അവൻ സകലത്തിനും ആധാരമാണ്, അവൻ സകലത്തിൻ്റെയും കാരണഭൂതനാണ്, അവൻ കാരണഭൂതനാണ്. ഈ 3 വാക്യങ്ങൾ മുഖ്യമായിട്ടും നമ്മൾ ഇന്ന് നമ്മുടെ പഠന വിഷയത്തിൽ കൊണ്ടുവരികയാണ്. ഒന്ന്, യേശുവിനെ കണ്ടു ദൈവമെന്ന് വിളിച്ചു. 2, സീനായി പർവ്വതത്തിൽ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവനും അവൻ്റെ കാലിന് കീഴെ നീലക്കല്ല് പടുത്ത തടം പോലെയുള്ള ഒരു പ്രത്യക്ഷതയിൽ അവർ ദൈവത്തെ കണ്ടു എന്ന് എഴുതിയിരിക്കുന്നു. മറ്റൊന്ന്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണാൻ കഴിയുകയുമില്ല, കാരണം അവൻ എല്ലാറ്റിനും കാരണഭൂതനാണെന്ന് എഴുതിയിരിക്കുക. ഈ 3 വചനങ്ങളും 3 മണ്ഡലത്തെ കുറിക്കുക. മണ്ഡലമെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വിസ്തൃതി എവിടെയുണ്ടോ ആ വിസ്തൃതി വ്യാപിച്ചു കിടക്കുന്ന ഇടം. നമുക്ക് വീണ്ടും പരിശോധിക്കാം. യേശുവിനെ ദൈവമെന്ന് വിളിച്ചിട്ടുള്ളപ്പോൾ യേശു ഒരു മനുഷ്യ രൂപത്തിലാണ് അവിടെ കാണുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ തോമാസ് ലീഹ യേശു എന്ന മനുഷ്യനെ കണ്ടുകൊണ്ടാണ് എൻ്റെ കർത്താവും ദൈവവുമായുള്ളത് എന്ന് പറയും. ആ യേശു ദൈവം തന്നെയാണെന്നുള്ളതിന് നമുക്കാർക്കും സംശയമില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ദൈവം അദൃശ്യനാണ്, ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ദൈവത്തെ ആർക്കും കാണാൻ കഴിയുകയുമില്ല എന്നുള്ള പ്രസ്താവന, വചന പഠനം ആർക്കും എതിർക്കാനോ തർക്കിക്കാനോ സംശയിക്കാനോ ഇടയില്ലാതെ വണ്ണം വേദപുസ്തകം പഠിപ്പിക്കുക. മോശ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാകുന്നു. ദൈവത്തെ കാണുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ പർവ്വതത്തിൽ വെച്ച് യഹോവ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ ശബ്ദം കേട്ടതല്ലാതെ രൂപമൊന്നും കണ്ടില്ലല്ലോ എന്ന് ഇസ്രായേലിനോട് പറയുന്ന വാക്ക്. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുകയില്ല. ഈ കാര്യങ്ങളിൽ ആർക്കും തർക്കമറ്റൊരു വിഷയമാണ്. ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനത്തിന് ആശയങ്ങൾ തമ്മിൽ വിരുദ്ധതയില്ല. നമ്മൾ പഠിക്കുന്നത് വേദപുസ്തകം എഴുതിയത് ഒരാളാണ്,
ആ ആളാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എഴുതിയ ഈ പുസ്തകത്തിൽ വെളിപ്പെട്ടിട്ടുള്ള ഏതാശയവും ഏത് ജ്ഞാനവും ഒന്നിന് വിരുദ്ധമല്ല, വിരുദ്ധമാകാൻ പാടില്ല. കാരണം സകല പ്രപഞ്ചത്തിൻ്റെയും ഉടയവൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അത് കുറ്റമറ്റതാണ്, അത് അശുദ്ധിയില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അതിനെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞിരിക്കുന്നു. അതിൽ വ്യാജമില്ല, ഭോഷ്കില്ല. അങ്ങനെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു വിഷയത്തിന്മേൽ നമുക്ക് സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. ദൈവം അദൃശ്യൻ, യാതൊരു സംശയമില്ലാത്ത കാര്യം. പിന്നെ ഈ പരിശുദ്ധാത്മാവ് തന്നെ അദൃശ്യനായ ദൈവത്തെ കണ്ടു എന്ന് മറ്റ് 2 ഇടങ്ങളിൽ പറഞ്ഞിരിക്കുക. അതിനെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് പ്രപഞ്ചത്തെ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ഈ സൃഷ്ടികർത്താവും ഉൾപ്പെട്ട സൃഷ്ടിയെ 3 മണ്ഡലമായി നമുക്ക് തിരിക്കാം. അപ്പോൾ മണ്ഡലമായി തിരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ വചനം ഏതിനും നമുക്ക് വചനമാണ് ആധാരം. അതിന് വചനത്തിൻ്റെ ആധികാരികത ഇല്ല എങ്കിൽ അതിന് നിലനിൽപ്പുണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന വാക്ക് വചനവുമായി ചേർത്ത് സ്ഥാപിക്കണം. ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് കാരണഭൂതൻ, സകലത്തിനും കാരണഭൂതനായവൻ, അവനാണ് ദൈവം. അതൊരു മണ്ഡലമാക്കി നമുക്ക് പഠിക്കാം. കാരണമണ്ഡലം എന്ന് പറയുന്ന ഒരു മണ്ഡലം എന്ന് വേദോത്സവത്തിൽ ഇല്ല എങ്കിൽ അതൊരു നമ്മുടെ ജീവിതത്തിൽ പഠനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് മാത്രം അത് ചിന്തിക്കാം. കാരണഭൂതനോടുകൂടി ആരൊക്കെയുണ്ട്? കാരണഭൂതൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? കാരണഭൂതനെ കാണാൻ സാധിക്കുകയില്ല. എങ്ങനെ അറിയാൻ സാധിക്കും? കാരണഭൂതനുണ്ടോ? ഇങ്ങനെയുള്ള 100 അനവധി ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. സത്യാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ച് അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന ചോദ്യത്തിന് അതിരില്ല. അവൻ ദൈവത്തെക്കുറിച്ചും ദൈവത്വത്തെക്കുറിച്ചും അവൻ്റെ ഹൃദയത്തിൽ ചോദ്യം വരുന്നത് അതിന് പരിധിയില്ല. ഇന്ന ചോദ്യമേ പാടുള്ളൂ, ഇന്ന ചിന്തയെ പാടുള്ളൂ എന്ന് സത്യാന്വേഷ ഹൃദയത്തിലില്ല. കാരണം അവൻ ഏതും ചിന്തിക്കും. കാരണം അവൻ സത്യം അറിഞ്ഞിട്ടേ ഈ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ തന്നെ സത്യം അറിയണം. അങ്ങനെ നമ്മൾ അവിടെ ചിന്തിക്കുമ്പോൾ കാരണഭൂതൻ എന്ന് പറയുന്നതിന് നമുക്ക് ചെന്ന് കണ്ടെത്താനോ കാരണഭൂതനുണ്ടെന്ന് സ്ഥാപിക്കാനോ ഒന്നും സാധിക്കില്ല. പിന്നെ എങ്ങനെ സാധിക്കും? കാരണഭൂതൻ അവനിൽ നിന്ന് ഉളവായിട്ടുള്ള കാര്യമുണ്ട്. ലോകം മുഴുവനും പ്രപഞ്ചം മുഴുവനും കാര്യകാരണ ബന്ധത്താൽ ചേർന്ന് നിൽക്കുന്നതാണ്. അതായത് ഈ ലോകത്തിൽ നമ്മൾ ഏത് കാര്യത്തെ നമ്മൾ ചെന്ന് സമീപിച്ചാലും അതിനൊരു കാരണമുണ്ട്. ആ കാരണത്തെ നമ്മൾ ചെന്ന് സമീപിച്ചാൽ അത് കാര്യമായി അതിനൊരു കാരണമുണ്ട്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും. അതിനാലല്ലോ പൂർവന്മാർ സാക്ഷ്യം പ്രാപിച്ചത്. നാം കാണുന്ന ഈ ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ ഉളവായി എന്ന് നാം വിശ്വാസത്താൽ അറിയാം. ഈ ലോകം നമ്മൾ കാണുകയാണ്. ഈ ലോകത്തെ നമ്മൾ കാണുമ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ മുൻപിൽ ഒരു കല്ലിൻ്റെ കഷ്ണം കാണുക, അല്ലെങ്കിൽ ഒരു മണ്ണ് കാണുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ കെട്ടിടം കാണുകയാണ്. കെട്ടിടമെന്ന് പറയുന്നത് ഒരു കാര്യമാണ്, ഒരു വസ്തുവാണ്, വസ്തുതയാണ്.
ഈ കെട്ടിടം ഇങ്ങനെ നിൽക്കാൻ കാരണമെന്ത്, അല്ലെങ്കിൽ ഈ കെട്ടിടം ഇങ്ങനെ ഉണ്ടാകാൻ കാരണമെന്ത് എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉദിച്ചാൽ നമ്മൾ ഇതിൻ്റെ കെട്ടിടമാകുന്നതിന് മുൻപുള്ള അവസ്ഥയിലേക്ക് ചിന്ത പോകും. കെട്ടിടമാകുന്നതിന് മുമ്പ് ഇതെന്തൊക്കെയായിരുന്നു? കല്ലായിരുന്നു, മരമായിരുന്നു, ഇരുമ്പായിരുന്നു, മണ്ണായിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങളിലേക്ക് അത് പോയി. അങ്ങനെ ചെന്ന് വയ്ക്കുമ്പോൾ കല്ലായിരുന്നു, കല്ലുകൊണ്ട് പണിത കെട്ടിടമാണ്. കല്ല് എവിടെ നിന്ന് വന്നു? കല്ല് ഭൂമിയിലുള്ളതാണ്, ഭൂമിയിൽ നിന്ന് വെട്ടിയെടുക്കുന്നതാണ്. അപ്പോൾ കെട്ടിടത്തിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ കല്ലാണ്. കല്ലെന്ന് പറയുന്നതിന് വസ്തുമയത്വമുണ്ട്. പഞ്ചഭൂതങ്ങളിൽ ഉൾപ്പെടുന്നതാണ് കല്ല്. പഞ്ചഭൂതം എന്ന് പറയുന്നതിന് നമുക്ക് വേദപുസ്തകത്തിൽ പഞ്ചഭൂതം എന്ന് പറയുന്ന വാക്കില്ല. എന്നാൽ വേദപുസ്തകത്തിൽ മറ്റൊരു വാക്കുണ്ട്, മൂലപദാർത്ഥം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അതിന് പകരം ഇത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. പഞ്ചഭൂതം എന്ന് നമ്മൾ പറയുമ്പോൾ ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, ഈ 5 കാര്യങ്ങൾ കൂടിയതാണ് ഈ ലോകം, ഈ പ്രപഞ്ചം. ഈ മൂലപദാർത്ഥങ്ങളാണ് ലോകത്തെ നിർത്തിയിരിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഗ്രഹിക്കുന്നത് ഈ കെട്ടിടം എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അത് കല്ലിൽ നിന്നാണ്. അപ്പോൾ കല്ലെന്ന് പറയുന്നത് കെട്ടിടത്തിൻ്റെ കാരണമാണ്. അപ്പോൾ തന്നെ കല്ലെന്ന് പറയുന്ന ഒരു വസ്തു ഉള്ളത് കൊണ്ട് അത് കാര്യവുമാണ്. അപ്പോൾ കല്ലെന്ന് പറയുന്നത് കാര്യകാരണം, കാര്യത്തിൻ്റെയും കാരണത്തിൻ്റെയും ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു ഭാവമാണ്. അപ്പോൾ കെട്ടിടത്തിൻ്റെ കാരണം കല്ല്, അത് കാര്യകാരണ സഹിതമുള്ളതാണ്. എന്നാൽ വീണ്ടും നമുക്കവിടെ ചോദ്യം വരുന്നു, കല്ലിന് കാരണം എന്താ? കല്ലിന് കാരണം ലോകത്തിലെ ശാസ്ത്രത്തിൽ നാം പഠിച്ചിട്ടുണ്ട്. 2500 വർഷം കൊണ്ട്, അല്ലെങ്കിൽ 2500 കോടി വർഷം കൊണ്ട് പാറയുണ്ടാകുന്നു, വെട്ടുകല്ലുണ്ടാകുന്നു, ഉറച്ച മണ്ണുണ്ടാകുന്നു, മുതലായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം കാലാവധി കൊണ്ട് ഉണ്ടാകുന്നതാണ് ഈ കല്ല്. അപ്പോൾ അതിൻ്റെ അർത്ഥം കല്ലിന് കാരണമെന്ന് പറയുന്നത് മണ്ണാണ്. മണ്ണിൽ നിന്ന് രൂപാന്തരപ്പെട്ട് വന്നതാണ് കല്ല്. അപ്പോൾ കല്ലിന് കാരണം മണ്ണ്. മണ്ണ് എന്ന് പറയുമ്പോൾ മണ്ണിന് കാരണം എന്താണ്? മണ്ണിന് കാരണം എന്ന് പറയുന്നത് പൊടിയാണ്. ഇപ്പോൾ നമ്മൾ വന്നു നിൽക്കുന്നത് കെട്ടിടത്തിൻ്റെ കാരണം എന്ത്? കല്ല്. കല്ലിൻ്റെ കാരണം മണ്ണ്. മണ്ണിൻ്റെ കാരണം പൊടി. അവിടെ വീണ്ടും നമ്മൾ ചിന്തിക്കാം, ഒരു സത്യാന്വേഷിച്ച് ചിന്തിക്കുകയാണ്, ഈ പൊടിയുടെ കാരണം എന്താ? പൊടിയുടെ കാരണം പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ശാസ്ത്രത്തിനാണ് പറയാൻ കഴിയുന്നത്. മനുഷ്യബുദ്ധിക്കും മനുഷ്യൻ്റെ ദൃഷ്ടിക്കും അപ്രാപ്യമായ ഒരു മേഖലയിലേക്ക് കിടക്കുകയാണ്. ആ മേഖലയിൽ ചെല്ലുമ്പോൾ പൊടിയെ കൂട്ടി നിർത്തിയിരിക്കുന്നത് ആറ്റമാണ്. ഇത് ശാസ്ത്രമാണ് പഠിപ്പിക്കുന്നത്. ആറ്റമാണ്, അതായത് എല്ലാ പൊടിയുടെയും മൂലവസ്തു എന്ന് പറയുന്നത് ആറ്റമാണ്. അപ്പോൾ അത് ആണ് സകലത്തിനും കാരണം. അപ്പോൾ നമ്മളെവിടെ ചെന്നു? കെട്ടിടം, കല്ല്, മണ്ണ്, പൊടി, ആറ്റം. ആറ്റം എന്ന് പറയുന്നത് സകലത്തിൻ്റെ മൂലവസ്തുവാണെങ്കിൽ ആറ്റത്തിന് കാരണം എന്താ? ആറ്റത്തിന് കാരണം എന്ന് പറയുന്നത് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്ന് പറയുന്ന 3 ഘടകങ്ങളുടെ സംയുക്തമാണ് ആറ്റം.
ഈ ഘടകത്തെ കൂട്ടി നിർത്തിയിരിക്കുന്നത് എന്താണ്? അതിനെ വിഘടിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളത് നോക്കിയാൽ മതി. അതിനെ വിഘടിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ദൈവശക്തി, അല്ലെങ്കിൽ ശക്തി. നമ്മൾ ദൈവശക്തി എന്ന് ശാസ്ത്രം പറയണ്ട, ശാസ്ത്രം പറയില്ലല്ലോ. ഹിരോഷിമയിലൊക്കെ ആയിട്ട് പൊട്ടിച്ചതെന്ന് പറയുന്നത് ആറ്റത്തെ വിഘടിച്ചതാണ്. മൂലവസ്തുവിനെ വിഘടിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പുറത്തു വന്ന തീയാണ് അന്ന് ആ പ്രശ്നങ്ങളെല്ലാം അവിടെ ഉണ്ടാക്കിയത്. അന്ന് ഹിരോഷിമയും നാഗസാക്കിയെയും കത്തിച്ച് കളഞ്ഞത്, അത്രയും വലിയ അപകടം ചെയ്തത് മൂലപദാർത്ഥം കെട്ടഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഊർജ്ജമാണ്. അപ്പോൾ അവിടെ നിന്ന് മൂലപദാർത്ഥത്തെ കൂട്ടിവരുത്തിയിരിക്കുന്നത് ശക്തിയാണ്. അതാണ് പ്രധാന വചനം പറഞ്ഞത്, അന്ത്യകാലത്ത് മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുന്ന ദിവസം വരുന്നതാണ്. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും. മുതലായിട്ടുള്ള അടയാളങ്ങളെല്ലാം വേദവസ്തം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെന്നിരിക്കുന്നത് ദൈവശക്തി ചെന്നു. വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം വയ്ക്കുക. കെട്ടിടം, കല്ല്, മണ്ണ്, പൊടി, മൂലവസ്തുവായ ആറ്റം, ദൈവശക്തി. ദൈവശക്തി എന്ന് പറയുന്നത് ഇപ്പം കാരണമായിട്ട് നിൽക്കുകയല്ലാതെ അവിടെ നമ്മൾ നിൽക്കുന്നില്ല. അവിടെ വീണ്ടും ചോദിക്കുകയാണ്, ദൈവശക്തിക്ക് കാരണമുണ്ടോ? ദൈവശക്തിക്ക് കാരണമുണ്ടോ? ഉണ്ടോ? അവിടെ ശാസ്ത്രം അവിടെ നിന്നു. ശാസ്ത്രം അതിനപ്പുറത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല. അവിടെ ഈ ലോകത്തുള്ള ഏത് ജ്ഞാനിയും ഏത് പണ്ഡിതനും ഏത് ശാസ്ത്രജ്ഞനും അവിടം വരെ എത്തി, അവിടെ നിന്നു. അവിടെ നിന്ന് അവർ വേറെ തിരിഞ്ഞുപോയി. ഇന്ന് മൂലപദാർത്ഥങ്ങളിൽ ദൈവത്തിൻ്റെ കണികയെന്ന് പറഞ്ഞ് അവർ വേറെ അന്വേഷണത്തിലേക്ക് അങ്ങ് തിരിഞ്ഞു. അത് ആ വഴിക്ക് പോയി. അവർ കണ്ടെത്തിയിട്ടില്ല. അത് ദൈവത്തിൻ്റെ വചനപ്രകാരം അത് സാധിക്കുന്നതുമല്ല. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഈ ദൈവശക്തിക്ക് കാരണം എന്തെന്ന് അന്വേഷിച്ച സത്യാന്വേഷി അവർക്ക് ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തി കൊടുത്തു. ആ വെളിപ്പെടുത്തി കൊടുത്തതാണ് സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നത്. വചനം അതെന്താ വചനം? നമ്മൾ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ പഠിക്കുന്ന പ്രകാരം സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ് ദൈവം. ശക്തിക്ക് ആധാരമെന്ന് പറയുന്നത് വചനമാണ്. അത് ശരി. വിശ്വാസി അവിടെ നിന്നില്ല. അപ്പോൾ ഓർക്കണം, ശാസ്ത്രം അവിടെ വരെ വന്നു. ശാസ്ത്രം മൂലപദാർത്ഥം വിഘടിക്കുന്നവരെ അവിടെ നിന്ന് നിൽക്കുക. വിശ്വാസി അതിനപ്പുറത്തേക്ക് പോയി. വിശ്വാസി സംബന്ധിച്ചിടത്തോളം, സത്യാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം അവൻ മുൻപോട്ട് പോയി ദൈവശക്തിയെ കണ്ടെത്തി. ദൈവശക്തിയാണ് ഇതിന് കാരണം. ശക്തിയുടെ വൈവിധ്യമാണ് പ്രപഞ്ചം. സത്യത്തിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അന്തരാർത്ഥത്തിൽ ഈ കാണുന്ന കാഴ്ച ഇല്ലാത്തതാണ്. ദൈവശക്തിയുടെ വൈവിധ്യം മാത്രമാണ് ഈ പ്രപഞ്ചം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ മുമ്പോട്ട് പോയി. അങ്ങനെ അവിടെ ഒരു കാര്യം മനസ്സിലാക്കി, ഈ ശക്തിക്ക് ആധാരം ദൈവത്തിൻ്റെ വചനമാണ്. അവിടെ നിന്നില്ല. പിന്നെ അടുത്ത് ചിന്തിച്ചു, ദൈവവചനത്തിന് ആധാരം എന്താ? അതിന് ആധാരമുണ്ടോ? ഉണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് ആധാരം വേറൊന്നുമല്ല. ഏതാണ്? പരിശുദ്ധാത്മാവാണ്. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാമസമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുപോലാവും. സമർത്ഥനായ ലേഖകൻ, ദൈവവചനം എഴുതിയവൻ ആരാണ്? പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കാരണം പരിശുദ്ധാത്മാവാണ്. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ നോഹയിൽ കൂടി ജനത്തോട് സംസാരിക്കാൻ ദൈവത്തിൻ്റെ വചനം ദൈവം അയച്ചു. പോയതെങ്ങനെയാണ്? ആത്മാവിൽ അവൻ ചെന്നു നോഹയിൽ കൂടി പ്രസംഗിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എവിടെ പോകണമെങ്കിലും അതിനാധാരമായിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ
പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ്. അതിനെന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ട്. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ. 1 പത്രോസ് ലേഖനം 1:12. ഇതിന് കാരണഭൂതനായിട്ട് ഒരുത്തനുണ്ട്. അങ്ങനെയുണ്ടോ? ഉണ്ട്. അതിൻ്റെ കാരണം ആരാ? അയച്ചവനാരാ? അയച്ചവനാണ് പരിശുദ്ധാത്മാവിന് കാരണമായിരിക്കുന്ന കാരണഭൂതനായ ദൈവം. അവന് കാരണമുണ്ടോ? അവനെ കാണാനോ കേൾക്കാനോ അറിയാനോ സാധിക്കില്ല. അവനെ അറിയണമെങ്കിൽ അവനിൽ നിന്ന് പുറപ്പെട്ട പരിശുദ്ധാത്മാവിലും അവനിൽ നിന്ന് പുറപ്പെട്ട വചനത്തിലും അവനിൽ നിന്ന് പുറപ്പെട്ട മൂലവസ്തു ദൈവശക്തിയിലും അതിൽ നിന്ന് പുറപ്പെട്ട മൂലവസ്തുവിലും അതിൽ നിന്ന് പുറപ്പെട്ട പൊടിയിലും അതിൽ നിന്ന് പുറപ്പെട്ട മണ്ണിലും അതിൽ നിന്ന് പുറപ്പെട്ട കല്ലിലും അതിൽ നിന്ന് പുറപ്പെട്ട ഈ കാണുന്ന സകലത്തിലും നോക്കിയാൽ അതിൽ കൂടി അല്ലാതെ അവനെ അറിയാൻ സാധിക്കില്ല. പരിശുദ്ധാത്മാവിന് കാരണം സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചപ്പോൾ അതുപോലെ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു കർത്താവിന്റെ വചനത്തിൽ ഇരിക്കുന്നത്. ആ ആൾക്ക് കാരണമുണ്ടോ? പരിശുദ്ധാത്മാവിനും കാരണമുണ്ട്, വചനത്തിനും കാരണമുണ്ട്, പ്രപഞ്ചത്തിനും കാരണമുണ്ട്. പക്ഷേ ഈ ആൾക്ക് ഈ കാരണഭൂതനായവനോ? അതിന് കാരണമില്ല. കാരണം കാര്യമില്ലാത്ത കാരണമെന്ന് പറയുന്നത് അവൻ ഒരുവൻ മാത്രമാണ്. കാര്യമില്ലാത്ത കാരണം. കാരണം അവനിൽ കാര്യമില്ല. അവനാണ് സകലത്തിനും കാരണം. എല്ലാ കാര്യത്തിനും കാരണം അവനാണ്. അവനാണ് ഏകസത്യ ദൈവം. അവനെ കാണാൻ ആർക്കും സാധിക്കുകയില്ല. മനുഷ്യരാരും കാണാത്തവൻ, കാണാൻ കഴിയാത്തവൻ. ഇനി ആത്മീയമണ്ഡലങ്ങളിൽ ദൂതന്മാർ പോലും കാണാത്തവൻ, കാണാൻ കഴിയാത്തവൻ. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ ഗ്രഹിച്ചത് ഒരു മനുഷ്യൻ കാരണഭൂതനെ കണ്ടെത്തുന്ന വിധമാണ്, അല്ലെങ്കിൽ കണ്ടെത്തിയ വിധമാണ് ഇന്ന് കർത്താവിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനിടയായി തന്നു. ഈ കാരണഭൂതനായ ആ ദൈവം എവിടെ എങ്ങനെയായിരിക്കുന്നുവോ അതൊരു മണ്ഡലമായിട്ട് കണക്ക് കൂട്ടി നാം പഠിക്കുക. ആ ദൈവത്തെ കണ്ടവരുണ്ടോ? ആ കാരണഭൂതനായവനെ കണ്ടവരുണ്ടെങ്കിൽ ശരി, ദൈവത്തെ കാണാമെന്ന് നമുക്ക് സ്ഥാപിക്കാം. കണ്ടിട്ടില്ല, കാണാൻ കഴിയുകയില്ല. ഇനി ഇതാ നിത്യത വരുക, അവിടെയും കാണില്ല, അവിടെയും കാണാൻ പറ്റില്ല. മനുഷ്യരും കണ്ടില്ലെന്ന് പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തു കണ്ടിട്ടുണ്ടോ? എന്നാൽ പിന്നെ നമുക്കാർക്കും കാണാൻ പറ്റില്ല. യേശുക്രിസ്തു കണ്ടിട്ടുണ്ടോ? യേശുക്രിസ്തു പിതാവിനെ കണ്ടിട്ടെന്ന് എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടോ എന്നുള്ളതല്ല നമുക്ക് പഠിക്കാം. പക്ഷെ കാരണഭൂതനായവനെ ആരും കണ്ടിട്ടില്ല. അത് യേശു മാത്രം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര സൂക്ഷിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ അത്ര പവിത്രതയോടെ നോക്കിയാൽ മാത്രം കാണുന്ന ഒന്നാന്ന് വരും. അപ്പോൾ ഉണ്ടെന്ന് വരും. അങ്ങനെയില്ല. കാണത്തക്കതായ ഒന്ന് അതിനകത്തില്ല. സകലത്തിൻ്റെയും കാരണമാണ്. അതിൽ നിന്നാണ് സകല കാര്യങ്ങളും തുടങ്ങുന്നത്. കാര്യത്തിൽ കൂടി മാത്രമേ ആ കാരണത്തെ അറിയാൻ സാധിക്കൂ. ഇത് കാരണ മണ്ഡലത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠനമായിരിക്കട്ടെ. തിരുനാമത്തിന് വീണ്ടും മഹത്വം. നമ്മൾ കഴിഞ്ഞ ഭാഗം കാരണമണ്ഡലം അല്ലെങ്കിൽ കാരണഭൂതനായ ദൈവവും അവൻ്റെ സ്ഥിതിയും എന്നുള്ള വിഷയമാണ് ചിന്തിച്ചത്, ഗ്രഹിച്ചതും. കാര്യമില്ലാത്ത കാരണമാണ് ദൈവമെന്ന് തത്വത്തിൽ നമ്മൾ ഗ്രഹിപ്പാനിടയായിട്ടു. ഏതെങ്കിലും യുക്തി അനുസരിച്ച് കാര്യമില്ലാത്ത കാരണം
എവിടെ കണ്ടെത്തിയാലും അറിഞ്ഞാലും പ്രാപിച്ചാലും അത് ദൈവമെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. അങ്ങനെ ഒന്നിനെ കണ്ടെത്താൻ സാധിക്കുമോ? കാര്യമില്ലാത്ത കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ കണ്ടെത്തി കഴിയുമ്പോൾ അത് കാര്യമായി വീണ്ടും അതിന് കാരണമുണ്ടെന്ന് വരും. അതിനെ കണ്ടെത്തി കഴിയുമ്പോൾ അതിനും കാരണമുണ്ടെന്ന് വരും. അങ്ങനെ കാരണം അന്വേഷിച്ച് പോയതിന് ശേഷം കാര്യമില്ലാത്തൊരു കാരണത്തിൽ ചെന്നെത്തുമ്പോൾ ദൈവത്തെ കണ്ടെത്തി, ദൈവത്തെ അറിഞ്ഞൊന്നാണ്. അതിൽ കാര്യമൊന്നുമില്ലാത്തതുകൊണ്ട്, കാര്യമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുമയത്വമോ സൃഷ്ടിപരമായിട്ടുള്ള ഒന്നോ ഇല്ലാത്തത് കൊണ്ട് അതിനെ കാണാനോ ഗ്രഹിക്കാനോ സാധിക്കുകയില്ല. അത് സകലത്തിനും കാരണമാണ്. അതാണ് ദൈവം. അതുകൊണ്ട് കാരണഭൂതനായ ദൈവത്തെ കാണണമെങ്കിൽ കാര്യമായ സൃഷ്ടിയോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതാണ് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചിന്തിപ്പാനിടയായത്. എന്നാൽ ഇന്ന് നമ്മൾ വീണ്ടും ഈ ഭാഗത്ത് ചിന്തിക്കുന്നത് രണ്ടാമത്തെ ഒരു മണ്ഡലത്തെക്കുറിച്ചാണ്. ആത്മീക മണ്ഡലം, ആത്മീക ലോകം. എന്താണ് ആത്മീക ലോകം? പ്രപഞ്ചം അല്ലെങ്കിൽ സൃഷ്ടിയെ രണ്ട് ഭാഗമായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒന്ന് ആത്മീക മണ്ഡലവും ഒന്ന് ഭൗമിക മണ്ഡലവും. ഭൗമിക മണ്ഡലം നാം ഈ കാണുന്ന ലോകവും ഈ പ്രപഞ്ചവും. ആത്മീക മണ്ഡലം ഇതിനും അപ്പുറമായ ആത്മീക ലോകവും ആത്മീക സൃഷ്ടി. എന്തൊക്കെയാണ് ആത്മീക സൃഷ്ടിയിലുള്ളത്? ആത്മീക സൃഷ്ടിയിലുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്വർഗീയ മണ്ഡലം, സ്വർഗത്തിൽ വസിക്കുന്നവനാണ് ദൈവം. അപ്പോൾ സ്വർഗമുണ്ട്, സ്വർഗം ഉണ്ട്. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ദൂതന്മാർ ഉണ്ട്. കെരൂബുകൾ, ആകാശ സൈന്യം മുതലായ ആത്മീക മണ്ഡലങ്ങളിൽ ജീവിക്കുന്നതും സൃഷ്ടിക്കപ്പെട്ടതുമായ ധാരാളം കാര്യങ്ങൾ ഉണ്ട്. ഈ കാര്യങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഭാഗത്തുനിന്ന് പഠിച്ചതുപോലെ കാരണഭൂതനായ ദൈവമാണ് ഈ കാര്യങ്ങൾക്കൊക്കെയും ആധാരം. കാരണഭൂതനായ ദൈവം ആത്മീക ലോകത്തെ, പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ്. എങ്ങനെയായിരിക്കണം പ്രപഞ്ചം? ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് മുമ്പ് നിർമ്മിച്ച മനുഷ്യൻ ഏറ്റവും ആദ്യം അവൻ്റെ ഹൃദയത്തിലൊരു ആഗ്രഹമാണ് വന്നത്, എനിക്കൊരു കെട്ടിടം പണിയണം. കെട്ടിടം 3 നിലയുള്ളതായിരിക്കണം, 4 മുറികളുള്ളതായിരിക്കണം, ഒരു നിലയിൽ 4 മുറികളുള്ളതായിരിക്കണം, കല്ലുകൊണ്ട് പണിയുന്നതായിരിക്കണം, ഇരുമ്പ് കൊണ്ടുള്ള ജനലായിരിക്കണം, മരം കൊണ്ടുള്ള വാതിലായിരിക്കണം, വെളുത്ത പെയിൻ്റ് അടിക്കണം, തറ ഗ്രാനൈറ്റ് കൊണ്ടായിരിക്കണം. ഇങ്ങനെ പണിയേണ്ട കാര്യങ്ങളെക്കുറിച്ചും പണി തീർന്നു വരുമ്പോൾ അതെങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും ഒരു നിരൂപണം, ഒരു ചിന്ത, ഒരു തീരുമാനം ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വന്നു. അപ്പോൾ ഈ കെട്ടിടം പണിയുന്നതിന് മുമ്പേ തന്നെ ഈ കെട്ടിടത്തിൻ്റെ രൂപം പണിത ആളുടെ ഹൃദയത്തിൽ വന്നു, എങ്ങനെ പണിയണമെന്നും വന്നു. ഇതിനകത്ത് ഇതിനെ 2 ഭാഗമായിട്ട് കാണുകയാണ്. ഒന്ന്, പണിയേണ്ട കെട്ടിടത്തിൻ്റെ രൂപം വന്നു.
രണ്ടാമത്തത് പണിയേണ്ട വിധം അതും വന്നു. എങ്ങനെ പണിയണം? അതിന് കല്ല് ചെത്തിക്കൊണ്ടുവരണം, കുഴിയെടുക്കണം, പാറമേൽ അടിസ്ഥാനം ഇടണം, വാർക്കണം മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ച് തീരുമാനിച്ചു. ഇതുപോലെ ഈ ഭൗമിക മണ്ഡലം ഇല്ലാതിരുന്നൊരു കാലം അത് നമ്മൾ സങ്കല്പിക്കണം. ഭൗമിക മണ്ഡലം ഇല്ല, ഈ ലോകം, ഈ പ്രപഞ്ചവും ഇല്ല. ആത്മീക മണ്ഡലവും ഇല്ല. സ്വർഗവും നക്ഷത്രങ്ങളും ദൂതന്മാരും കെരൂബുകളും ആകാശ സൈന്യവും ഒന്നുമില്ല. അങ്ങനെ ഒരു കാലത്തും അങ്ങനെ ഒരവസ്ഥയിലും കാരണഭൂതനുണ്ടെന്ന് നോക്കണം. കാരണം അനാദിയാണ് ദൈവം. അനാദിയും ശാശ്വതവാനുമാണ്. അനാദി എന്ന് പറഞ്ഞാൽ ആദിയില്ലാത്ത, ആദിയുള്ളതിനല്ലേ അവസാനമുള്ളൂ. ദൈവത്തിന് ആദിയില്ല. അനാദിയും ശാശ്വതവാനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും അനാദിയായ ആ ദൈവം ചിന്തിച്ച ചിന്ത രണ്ട് മണ്ഡലമാക്കി പ്രപഞ്ചത്തെ സൃഷ്ടിക്കണം. ഒന്ന് ആത്മീക മണ്ഡലം, ഒന്ന് ഭൗമിക മണ്ഡലം. പിന്നെ അതിനകത്ത് സ്വർഗം, ഭൂമി, ആകാശം എന്നിവ ഉണ്ടാക്കണം. സ്വർഗത്തിലൊരു സിംഹാസനം വേണം. ഇങ്ങനെ പ്രപഞ്ചത്തെക്കുറിച്ച് കാരണഭൂതനായ ദൈവം ചില കാര്യങ്ങൾ നിശ്ചയിക്കുക. നമ്മൾ ആദ്യം ഈ കെട്ടിടത്തെക്കുറിച്ച് പഠിച്ചതുപോലെ കെട്ടിടം പൂർത്തീകരിച്ച് വരുമ്പോൾ അതെങ്ങനെയായിരിക്കുമെന്നും എങ്ങനെ പണിയണമെന്നും കെട്ടിടം ഉണ്ടാകുന്നതിന് മുമ്പേ പണിയിച്ചവരുടെ ഹൃദയത്തിലുള്ളതുപോലെ കാരണബോധനിൽ ഉളവായി വന്ന നിരൂപണവും ചിന്തയും തീരുമാനങ്ങളും ജ്ഞാനമായിട്ട് വെളിപ്പെടുക. ഇത് പണിതാൽ എങ്ങനെ ഇരിക്കണം, ഇത് പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കണം, ഇതാണ് ദൈവജ്ഞാനമായ ക്രിസ്തു. ദൈവജ്ഞാനമായ ക്രിസ്തു എന്ന് പറയുന്നത് ഇതാണ്. അതാണ് 8ാമത്തെ സദൃശവാക്യം പറയുന്നത്. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ, ബുദ്ധിയായവൾ തൻ്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ. യഹോവ പണ്ടുപണ്ടേ തൻ്റെ വഴിയുടെ ആരംഭമായി എന്നെ ഉളവാക്കി. ഈ കെട്ടിടം പണിയുന്നതിന് മുൻപേ തന്നെ ഈ കെട്ടിടമായി രൂപപ്പെട്ടു വരുന്നതിന് മുമ്പേ തന്നെ പണിയിച്ചവൻ്റെ ഹൃദയത്തിൽ കെട്ടിടത്തിൻ്റെ രൂപവും പണിയിച്ചതിൻ്റെ വിധവും നിരൂപണവും തീരുമാനവുമായി ജ്ഞാനമായിട്ട് വന്നതുപോലെ കാരണഭൂതനായ ദൈവത്തിൽ തീരുമാനിച്ചുറച്ച് എങ്ങനെ വേണമെന്നും എങ്ങനെയായിരിക്കണമെന്നും തീരുമാനിച്ച തീരുമാനമാണ് ദൈവജ്ഞാനമായ ക്രിസ്തു. ആദ്യം പറഞ്ഞതുപോലെ കെട്ടിടം ഉണ്ടാകുന്നതിന് മുമ്പേ കെട്ടിടത്തിൻ്റെ രൂപം പണിയിച്ചവൻ്റെ മനസ്സിൽ ഹൃദയത്തിൽ വന്നതുപോലെ കാരണഭൂതനിൽ സകലപ്രപഞ്ചത്തിനു മുമ്പേ തന്നെ ഉളവായ ഒന്നാണ് യഹോവ തൻ്റെ സൃഷ്ടിയുടെ ആരംഭമായി എന്നെ ഉളവാക്കി. ദൈവം, കാരണഭൂതനായ ദൈവം ആരംഭത്തിൽ തന്നെ എല്ലാം ആരംഭിക്കുന്നതിന് മുമ്പേ ഉളവാക്കിയതാണ് ദൈവജ്ഞാനം. എങ്ങനെ? ഇത് ഒരു കെട്ടിടം പണിയണമെങ്കിൽ ആ കെട്ടിടം പണിയുന്നതിന് പ്ലാൻ വേണം. ആ കെട്ടിടം പണിയുന്നതിന് അതിന് ഡിസൈൻ വേണം, അതിന് പണിയുന്ന വിധം വേണം, മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണം. അതുപോലെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, സൃഷ്ടിക്കപ്പെടുവാനുള്ള സകലത്തെയും കുറിച്ച് ദൈവം ഹൃദയത്തിൽ കാരണഭൂതൻ തീരുമാനിച്ച തീരുമാനമാണ്, നിരൂപിച്ച നിരൂപണമാണ്, ആലോചിച്ച ജ്ഞാനമാണ് ക്രിസ്തു. അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് അതോടുകൂടി ആത്മീക മണ്ഡലത്തിലേക്ക് സൃഷ്ടിയിലേക്ക് പ്രവേശിക്കുകയാണ്. കാരണഭൂതൻ ക്രിസ്തുവിൽ കൂടി ലോകത്തെ സൃഷ്ടിക്കാൻ ഒരുങ്ങുക. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ക്രിസ്തുവിനെ കൂടാതെ ഉളവായതൊന്നും ഏതെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല.
എന്തായാലും ക്രിസ്തുവിനെ കൂടാതെ ദൈവത്തിനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലേ? ക്രിസ്തുവിനെ കൂടാതെ പറ്റില്ലേ? വീണ്ടും നമ്മൾ ആ കെട്ടിടം പണിത മനുഷ്യനെ കുറിച്ച് പഠിക്കുകയാണ്. ഈ കെട്ടിടം പണിത മനുഷ്യൻ ഇതിലെ ഒരു കല്ല് വെച്ചപ്പോൾ, ഒരു കല്ലിന്മേൽ കല്ല് വെച്ചപ്പോൾ, തേച്ചപ്പോൾ, കമ്പിയിട്ടപ്പോൾ, ജനൽ വെച്ചപ്പോൾ, പെയിന്റ് ചെയ്തപ്പോൾ, അവസാനം പൂട്ടി താക്കോലെടുത്ത് ഇതിൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ ആ പ്രവൃത്തിയിൽ പോലും വിട്ടു നിൽക്കാത്ത ഒരാളുണ്ട്. വിട്ടു നിൽക്കാൻ പറ്റാത്ത ഒരാൾ. അതാണ് അവൻ്റെ ജ്ഞാനം. ഈ കെട്ടിടം ഉണ്ടാകുന്നതിന് മുമ്പ് ആ ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിൽ കൂടിയാണ് ഇത് മുഴുവൻ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ക്രിസ്തു മുഖാന്തരം മാത്രമാണ് ഇതൊക്കെയും ഉളവായി തീർന്നത്. ക്രിസ്തുവിനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അങ്ങനെ ദൈവം ഈ ദൈവജ്ഞാനം പറയുകയാണ്, യഹോവ ഇതൊക്കെയും സൃഷ്ടിച്ചപ്പോൾ ഞാൻ അവൻ്റെ അടുക്കൽ ശില്പിയായിരുന്നു. ശില്പിയോ? ദൈവത്തിൻ്റെ അടുക്കൽ ശില്പിയോ? കർത്താവ് ചോദിച്ചിരിക്കുന്നതാണ്. യെശയ്യാപ്രവചനത്തിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഞാൻ തന്നെ ആകാശത്തെ വിരിച്ചു, ഞാൻ തന്നെ ഭൂമണ്ഡലത്തെ ഒക്കെയും സൃഷ്ടിച്ചു. ആരെന്നോട് കൂടെ ഉണ്ടായിരുന്നു? ആരുടെ കൂടെ ഉണ്ടായിരുന്നു? ആരെന്നോട് കൂടെ ഉണ്ടായിരുന്നു? ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ പറയാണ്, യഹോവ ഇതൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവം ഇതൊക്കെ സൃഷ്ടിച്ചപ്പോൾ ഞാൻ അവൻ്റെ അടുക്കൽ ശില്പിയായിട്ടുണ്ടായിരുന്നു. അത് ആരത്? ദൈവത്തിൻ്റെ അടുക്കൽ ശില്പിയായിട്ട് ദൈവത്തെ സഹായിക്കാൻ ഒരാളുണ്ടായിരുന്ന ആരാ? അവിടെയാണ് നമുക്ക് ആ കെട്ടിടം പണിത കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നത്. ഈ കെട്ടിടം ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് പണിതതാണ്. ഈ കെട്ടിടം ഒറ്റയ്ക്ക് പണിതതാണ് എന്ന് പറയുമ്പോൾ ഒരാൾ കേട്ടതെന്ന് അവൻ പറയാം, ഒറ്റയ്ക്കൊന്നുമല്ല പണിത്, അവൻ്റെ ജ്ഞാനം കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് എത്ര ബാലിശമാണ്! അതെത്ര ബാലിശമാണ്! അവനെന്ന് പറയുന്നത് തന്നെയാണ് അവൻ്റെ ജ്ഞാനം. കെട്ടിടം പണിയുമ്പോഴത്തേക്ക് അവനോട് കൂടെ അവൻ്റെ ജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഏകനായി ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഉൾപ്പെടുന്നതായി, ഏകനിൽ ഉൾപ്പെടുന്നത് തന്നെയായി അവൻ്റെ ജ്ഞാനം. അവൻ്റെ ജ്ഞാനവും അതിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏകനായ ആ ദൈവം തൻ്റെ ജ്ഞാനത്താലല്ലോ ആകാശത്തെ വിരിച്ചു, ലോകത്തെ സൃഷ്ടിച്ചു, പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിച്ചു. മാത്രമല്ല ആ മണ്ഡലത്തിൽ, ഏത് മണ്ഡലത്തിൽ? ആത്മീക മണ്ഡലത്തിൽ ഈ സകല സൃഷ്ടിയിലേക്കും സൃഷ്ടിച്ച ദൈവജ്ഞാനമായ ക്രിസ്തു സ്വർഗത്തിൽ വസിക്കാനൊരു സിംഹാസനമുണ്ട്. ആ സിംഹാസനമാണ് ദൈവത്തിൻ്റെ സിംഹാസനം. ആ സിംഹാസനമാണ് ദൈവത്തിൻ്റെ സിംഹാസനം. കാരണഭൂതനെ ഇരിക്കാൻ സ്ഥലമൊന്നും വേണ്ട. കാരണഭൂതനെ ഇരിക്കാൻ കസേര വല്ലതും വേണോ? നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഇരിക്കണമെന്ന് പറയുമ്പോൾ കാര്യം വേണം, ശരീരം വേണം. അത് ആത്മീയ ശരീരമോ ഭൗതിക ശരീരമോ എന്തെങ്കിലും വേണം. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ ജീവിതത്തിൽ ഗ്രഹിക്കത്തക്കതായ എന്തെങ്കിലും ആ കാരണബോധത്തിൽ വേണം. ഇല്ല, അങ്ങനെയൊന്നുമില്ല. കാര്യത്തിൽ കൂടി മാത്രമേ കാരണബോധനുള്ളൂ. അങ്ങനെ കാരണബോധനായ ദൈവത്തിന് ഇരിക്കാൻ സ്ഥലമൊന്നും വേണ്ട. അവൻ സർവത്തിനും ആധാരമാണ്. എന്നാൽ അവനിൽ നിന്നുള്ളവായ ദൈവജ്ഞാനം, അവനിൽ നിന്നുള്ളവായ ജ്ഞാനം, അതാണ് ക്രിസ്തു. ആ ക്രിസ്തുവിന് ഇരിക്കാനൊരിടം, അതാണ് ദൈവസിംഹാസനം. ആ ദൈവം തൻ്റെ സിംഹാസനത്തിലിരിക്കുന്നു. യഹോവ തൻ്റെ സിംഹാസനത്തിലിരിക്കുന്നു. അവിടെ നിന്നുകൊണ്ടാണ്, അതുകൊണ്ടാണ് ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു, സ്വർഗം സൃഷ്ടിച്ചു, കെരൂബുകളെ സൃഷ്ടിച്ചു, സിംഹാസനങ്ങൾ സൃഷ്ടിച്ചു, പുതിയ യെരൂശലേമിനെ, സ്വർഗീയ യെരൂശലേമിനെ സൃഷ്ടിച്ചു, സിയോൻ പർവ്വതത്തെ സൃഷ്ടിച്ചു, എല്ലാം സൃഷ്ടിച്ചു. ഒരു മുറിയിലേക്ക് ഇലക്ട്രിസിറ്റി വെളിച്ചമായി വരുന്നത് പോലെ, ഇലക്ട്രിസിറ്റി കറണ്ട് ഒരു മുറിയിൽ വെളിച്ചമായിട്ട് വരുന്നത് പോലെ, ആ കറണ്ട് ഒരു ബൾബിൽ കൂടി, അതിൻ്റെ ഫിലമെൻറ്റിൽ കൂടി വെളിച്ചമായി മുറിയൊക്കെയും പരന്നു. ഇതുപോലെ സർവശക്തനായ ദൈവം, അല്ലെങ്കിൽ കാരണബോധനായ ദൈവം ക്രിസ്തുവിൽ കൂടി, അല്ലെങ്കിൽ ദൈവജ്ഞാനമാകുന്ന ക്രിസ്തുവിൽ കൂടി സൃഷ്ടിയിൽ മുഴുവനും വ്യാപിച്ചു കിടക്കുക, പരന്നു കിടക്കുകയാണ്.
ഇതാണ് ഈ മണ്ഡലത്തിൽ, ഈ ആത്മീയ മണ്ഡലത്തിൽ ചെന്നതിന് ശേഷം അന്വേഷിച്ച് നടക്കുകയാണ്. ആരെ അന്വേഷിച്ച് നടക്കുന്നു? ഇതിനകത്ത് ദൈവം എവിടെ ഇരിക്കുന്നു? കാരണമണ്ഡലത്തിൽ നമ്മൾ പോയിട്ടൊന്നും കാണാൻ പറ്റിയില്ല. കാരണമൊന്നുമില്ല. ഇതിനകത്ത് അവിടെ കാണാൻ പറ്റും. ദൂതന്മാരെ നോക്കി, വിശിഷ്ടമായ സൃഷ്ടിയാണ്, പക്ഷെ ദൈവമല്ല. പിന്നെ കെരൂബുകളെ നോക്കി, ഇതായിരിക്കുമോ? ഭയങ്കര സൃഷ്ടിയാണ്, പക്ഷേ ദൈവമല്ല. പിന്നെ എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ഏതാ? സ്വർഗത്തിൽ ഒരു കെരൂബിനെ കണ്ട്, അല്ലെങ്കിൽ ദൂതനെ കണ്ട്, അയ്യോ ഇതായിരിക്കുമോ? ഇല്ല. അതിന് കാരണമായ ഒരാളുണ്ട്. അതാരാ? അതിന് കാരണമായിട്ടുള്ള ഒരാളുണ്ട്. അതാരാണ്? അതാണ് ദൈവസിംഹാസനത്തിലിരിക്കുന്ന ക്രിസ്തു. അവനാണ് ഇതിന് കാരണം. ഈ ദൂതന്മാർക്കും കെരൂബുകൾക്കും ആകാശ സൈന്യത്തിനും എല്ലാം കാരണം അവനാണ്. അവനെവിടെ ഇരിക്കുന്നു? ദൈവസിംഹാസനത്തിലിരിക്കുന്നു. സിംഹാസനത്തിലേക്ക് ചെന്നു. സത്യാന്വേഷി ഇതാ ദൈവസിംഹാസനത്തിലേക്ക് ചെന്നു. സ്വർഗത്തിൽ സിംഹാസനത്തിൽ ദൈവം ഇരിക്കുകയല്ല, ക്രിസ്തു ഇരിക്കുകയാണ്. ഇതാണോ ഞാൻ അന്വേഷിച്ച് നടന്ന ദൈവം? ഞാൻ അന്വേഷിക്കുന്ന ദൈവം ഇതാകുന്നുവോ? അവിടെ പറയുകയാണ്, ഇതിനും അപ്പുറമാണ്. അയ്യോ, അപ്പൊ ഇതിനും അപ്പുറം എന്ന് പറഞ്ഞാൽ ഇതിനും കാരണക്കാരൻ ഒരുത്തനുണ്ട്. ആർക്ക് കാരണക്കാരൻ? ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ രൂപം എന്താ? അഗ്നിജ്വാലയ്ക്ക് തുളക്കണം, സൂര്യനെ പോലുള്ള മുഖം, വെള്ളോട് സദൃശ്യമായ കാൽ, മാറത്തും കെച്ച കെട്ടി, വായിൽ നിന്ന് ഇരുവായത്തുള്ള ആൾ പുറപ്പെടുന്നു. ഇത്ര ഭയങ്കരനായ ഒരാളിരിക്കുന്നു. ഇവന് ദൈവം എന്ന് വിളിക്കാൻ പാടില്ലേ? ദൈവമെന്ന് പറയുന്നതിനും അപ്പുറമാണ്. അതാരാ? അത് ഇതിനും കാരണമായിരിക്കുന്ന ദൈവം, കാരണബോധനാണ്. അപ്പം ഇത് അവൻ്റെ ജ്ഞാനമാണ്. അവൻ്റെ ജ്ഞാനമാണ്. അത് ശരി എന്ന് പറഞ്ഞാൽ സകല പ്രപഞ്ചത്തിലും എന്തെല്ലാം ചെയ്യുന്നുവോ അതിനെക്കുറിച്ച് കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന, കാരണബോധൻ നിശ്ചയിച്ചിരിക്കുന്ന നിശ്ചയമാണ്, ജ്ഞാനമാണ് ഇയാൾ. അത് ശരി. അപ്പോൾ ഇത് രണ്ടല്ലല്ലോ. ആദ്യം പറഞ്ഞതുപോലെ കെട്ടിടം ഞാൻ തന്നെ ഉണ്ടാക്കി, ഒരു കെട്ടിടം ഞാൻ തന്നെ ഉണ്ടാക്കി. അല്ലെങ്കിൽ ഒരാൾ കടയിൽ നിന്ന് എനിക്കൊരു ദോശ വേണം, കടയിൽ നിന്ന് അല്പം മാവ് മേടിച്ചുകൊണ്ട് വന്ന് കലക്കി കാര്യങ്ങൾ ക്രമീകരിച്ചതിന് ശേഷം ചുട്ട് കൊണ്ടുവന്നു. ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ അയാളുടെ ആഗ്രഹമാണ് ഒരു ദോശ കഴിക്കണം. ദോശ കഴിക്കാനായിട്ട് ആഗ്രഹം വന്നു, ഉണ്ടാക്കാനായിട്ടുള്ള ചിന്ത വന്നു, കാര്യങ്ങളൊക്കെ രൂപപ്പെടുത്തിയതിന് ശേഷം അതിന് പോയി പൈസ എടുത്തു, പോയി മാവ് മേടിച്ചുകൊണ്ട് വന്നു, കലക്കി ചേരുവകൾ ചേർത്തു, സമയമായപ്പോൾ പുളിപ്പിച്ചു, അടപ്പത്ത് വെച്ചു, ചട്ടി അടപ്പത്ത് വെച്ചു, അതിൽ മാവ് കോരി ഒഴിച്ചു, എണ്ണ പുരട്ടി, ചുട്ട് പുറത്തേക്കെടുത്തു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇത് നീ തന്നെ ഉണ്ടാക്കിയതാണോ? അതെ, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ വേറൊരാൾ പറയാ, അങ്ങനെയല്ല, തന്നെയൊന്നുമല്ല ഉണ്ടാക്കിയത്, അവന് ജ്ഞാനവും കൂടി ഉണ്ടായിരുന്നു, അവന് ജ്ഞാനം ഉണ്ടായിരുന്നു കൂടെ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അത് രണ്ടും ഒന്നാണ്. സത്യാന്വേഷിയുടെ ഏറ്റവും വലിയ അത്താണിയാണത്, ഏറ്റവും വലിയ കണ്ടെത്തലാണ്, ഏറ്റവും വലിയ ആശ്രയമാണ്. ഏതാശ്രയം? അന്വേഷിച്ചു. ദൂതന് പോലും കാരണമുണ്ട്, കെരൂബുകൾക്ക് പോലും കാരണമുണ്ട്, പ്രപഞ്ചത്തിന് കാരണമുണ്ട്, സ്വർഗത്തിനും കാരണമുണ്ട്. കർത്താവിന്റെ സ്വർഗത്തിന് കാരണമുണ്ട്. ഏതാ സ്വർഗത്തിന് കാരണം? സ്വർഗത്തിന് കാരണം തന്നെ കർത്താവ്. വചനം പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ഹല്ലേലൂയ. സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്ന ഒരുവൻ. സ്വർഗത്തിന് കാരണമുണ്ടെന്ന് അതിനർത്ഥം. സ്വർഗത്തിന് കാരണമുണ്ട്. എന്താണ് അതിന് കാരണം? സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ, സ്വർഗത്തിന് കാരണമായിരിക്കുന്നവൻ ആരാ? ആ വചനം. അതാരാ? ക്രിസ്തു. അതാരാ? ദൈവജ്ഞാനം. ശരി, സകലതും ഒന്ന് സത്യാന്വേഷിപ്പോ എവിടെ നിൽക്കുക?
ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അഗ്നിജ്വാലകത്തുള്ള ആ കണ്ണുള്ളവന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ദൈവമേ, ഞാൻ ദൈവത്തെ കണ്ടെന്ന് വിശ്വസിക്കട്ടെ, ഞാൻ ദൈവത്തെ കണ്ടെന്ന് വിശ്വസിക്കട്ടെ. ഇല്ല, ദൈവം ഇതിനും അപ്പുറം എന്ന് പറഞ്ഞാൽ അതിനും ഒരു കാരണമുണ്ട്. ആ കാരണവും ഇവനുമായിട്ടുള്ള ബന്ധം, ആ കാരണവും ഈ ഇരിക്കുന്നതിനുമായിട്ടുള്ള ബന്ധം, ആ കാരണമായവൻ്റെ ജ്ഞാനമാണത്. അവൻ ഏകനായിട്ടാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ അവൻ്റെ ജ്ഞാനം ഉണ്ടായിരുന്നു. അത് രണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമല്ല, കാരണം അവൻ്റെ ജ്ഞാനം തന്നെയാണത്. ജ്ഞാനം, ജ്ഞാനിയുടെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങി പറഞ്ഞു. മനുഷ്യരുടെ ജ്ഞാനം ഇരിക്കുന്നത് ഹൃദയത്തിലാണ്. സവിശാക്കള പുസ്തകത്തിൽ പറയുന്നു ഹൃദയത്തിലാണ്. അതുകൊണ്ട് തന്നെ ദൈവജ്ഞാനമായ ക്രിസ്തു ഞാൻ കണ്ടെത്തി. അവൻ ഇരിക്കുന്നത് എവിടെയായിരിക്കണം? ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. ദൈവത്തിൽ ഞാൻ മറ്റെന്ത് കണ്ടെത്താൻ സാധിക്കും? ഒന്നും കണ്ടെത്താൻ സാധിക്കില്ല. കണ്ടെത്താവുന്ന ആകെ കാര്യം ഇതാ, അവൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ദൈവജ്ഞാനം. അതാണ് ക്രിസ്തു. ധൈര്യമായി, ധൈര്യമായി. കാരണം ഞാൻ കണ്ടെത്തിയിരിക്കുന്നതും എത്തിച്ചേർന്നിരിക്കുന്നതും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും പ്രപഞ്ചത്തിൽ ദൂതന്മാർക്കോ ആർക്കും കാണാൻ കഴിയാത്തവനുമായ കാരണഭൂതനായവൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ദൈവജ്ഞാനത്തെ, സകല പ്രപഞ്ചത്തെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തെയും നിരൂപണത്തെയും ജ്ഞാനമായിട്ട് ആയിരിക്കുന്നത് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ധൈര്യമായിട്ടിരിക്കാതെ ദൈവം എന്ന് വിളിക്കാം. സംശയമില്ലാതിരിക്കുന്ന ദൈവം എന്ന് വിളിക്കാം. അവൻ ദൈവമല്ല. ദൈവത്തിന് ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവൻ ഭോഷനാണ്, പറയുന്നവൻ ഭോഷനാണ്. കാരണം ഞാൻ അവനെ കാണുമ്പോൾ സംശയമില്ല, സംശയം വേണ്ട. അദൃശ്യനും കാരണഭൂതനുമായവൻ്റെ മാർവിലാണ് അവനിരിക്കുന്നത്. ഇവനെ കൂടാതെ അദൃശ്യനും കാരണഭൂതനുമായവനെ കണ്ടെത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഇവൻ എവിടെ ഉണ്ടോ ആര്? ഈ ഇരിക്കുന്ന ദൈവജ്ഞാനമായ ക്രിസ്തു എവിടെ ഉണ്ടോ അവിടെ കാരണഭൂതനായവനും അദൃശ്യനായ ദൈവവും ഇല്ലാതിരിക്കുകയില്ല. വാക്ക് തെറ്റിപ്പോരും, വാക്ക് മാറിപ്പോരും. ദൈവജ്ഞാനവും ദൈവശക്തിയുമായ ഈ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവനെ മനുഷ്യൻ ഒരാൾ കണ്ടെത്തിയാൽ, ഞാൻ അവനെ കണ്ടെത്തി അവൻ്റെ ദൈവത്തെ കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥമില്ല. ഒരാളുടെ തല ഞാൻ കണ്ടു, ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, തല കണ്ടു, അവൻ വന്നോന്ന് എനിക്കറിയാൻ പാടില്ല, അവൻ്റെ തല ഞാൻ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമില്ല. കാരണം തലം അതിൽ നിന്ന് വേർതിരിക്കാവുന്ന ഒന്നല്ല, തല അതിൽ നിന്ന് വേർതിരിക്കാവുന്ന ഒന്നല്ല. അവനെ കണ്ടെങ്കിൽ, തലയെ കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ സിംഹാസനത്തിലിരിക്കുന്ന ക്രിസ്തുവിനെ, ദൈവജ്ഞാനമാകുന്ന ക്രിസ്തുവിനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കാരണഭൂതനായവനും അദൃശ്യനുമായ ദൈവത്തെ കൂടാതെ ഈ ആൾക്ക് പ്രത്യക്ഷമാകാൻ സാധിക്കില്ല. അല്ലെങ്കിൽ കാരണഭൂതനായവനെ കൂടാതെ ഇവൻ പ്രത്യക്ഷമായ ഒരു ഇടമൊന്ന് കാണിച്ചു തന്നെ സാധ്യമല്ല. കാരണം തിരയുണ്ടെങ്കിൽ ആധാരമായ സമുദ്രവുമുണ്ട്. സമുദ്രമുണ്ടെങ്കിൽ തിരയുണ്ടാകണമെന്നില്ല. സമുദ്രം ഉള്ളിടത്തെല്ലാം തിരയുണ്ടെന്ന് അർത്ഥമില്ല. തിരയുള്ളിടത്തെല്ലാം സമുദ്രമുണ്ട്, സംശയമില്ല. ഇതുപോലെ തന്നെ ദൈവജ്ഞാനമായ ക്രിസ്തു ഉണ്ടെങ്കിൽ അതിനാധാരമായ ദൈവവും കാരണഭൂതനായും ആയവനും അദൃശ്യനുമായവനും അവിടെയുണ്ട്. അദൃശ്യനും കാരണഭൂതനുമായ ഉള്ളിടത്ത് എല്ലാം ഇതുണ്ടാകണമെന്നില്ല, അത് വേറെ വിഷയം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് ആത്മീക മണ്ഡലത്തിൽ ഈ ആളെ കണ്ടെത്തി. ആരെ കണ്ടെത്തി? ക്രിസ്തുവിനെ കണ്ടെത്തി. ദൈവജ്ഞാനമാകുന്ന ക്രിസ്തുവിനെ കണ്ടെത്തി. അവൻ തന്നെയാണ് ദൈവപുത്രൻ.
അതാണ് കാരണഭൂതനായവൻ്റെ പുത്രനായ ക്രിസ്തു, ദൈവപുത്രനായ ക്രിസ്തു, ദൈവജ്ഞാനവും ദൈവശക്തിയുമായ ക്രിസ്തു. അതുകൊണ്ട് സത്യവേദ പുസ്തകത്തിൽ മനുഷ്യരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനും എന്ന് എഴുതിയിരിക്കുമ്പോൾ തന്നെ ദൈവപുത്രനായ ക്രിസ്തുവിനെ സീനായി മലയിൽ വെച്ച് കണ്ടവർ ദൈവത്തെ കണ്ടു എന്ന് എഴുതിയിരിക്കുന്നു. സംശയം വേണ്ട, കണ്ടത് ദൈവത്തെ തന്നെയാണ്. ദൈവത്തെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഞാൻ കണ്ടത് ദൈവജ്ഞാനത്തെയാണ്, ഞാൻ കണ്ടത് ദൈവജ്ഞാനത്തെയാണ്. ദൈവത്തെ അതിനപ്പുറം കാണാൻ സാധിക്കില്ല. മാത്രമല്ല, ദൈവജ്ഞാനമാകുന്ന ക്രിസ്തു ഉള്ളിടത്ത് ദൈവത്തിന് ഇല്ലാതിരിക്കാൻ സാധിക്കില്ല. കാരണഭൂതനും അദൃശ്യനായവനും അവനെ കൂടാതെ, കാരണഭൂതനായവനെയും അദൃശ്യനായവനെയും കൂടാതെ ദൈവജ്ഞാനമാകുന്ന ക്രിസ്തുവിന് വെളിപ്പെടുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവനെ കണ്ടവൻ ദൈവത്തെ കണ്ടവെന്ന് എഴുതിയിരിക്കുന്നു. വിസിബിൾ ഫോം ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്, അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യരൂപം, അതാണ് ക്രിസ്തു. അവനെയാണ് കണ്ടെന്ന് സീനായി മലയിൽ എഴുതിയിരിക്കുന്നത്. കർത്താവ് അവൻ്റെ പരിശുദ്ധ നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ദൈവം ഏകൻ, ദൈവം അദൃശ്യൻ, ദൈവം കാരണഭൂതൻ, യേശുക്രിസ്തു ഏകസത്യ ദൈവം മുതലായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇതുവരെയും കഴിഞ്ഞ 2 ഭാഗങ്ങളായിട്ട് നമ്മൾ ചിന്തിപ്പാനിടയായിരുന്നു. അതിൽ കാരണമണ്ഡലം എന്ന ഒരവസ്ഥ, അതിൽ നിന്ന് ദൈവം സൃഷ്ടിയെക്കുറിച്ച് തീരുമാനിച്ചുറപ്പിച്ച ദൈവജ്ഞാനവും പ്രപഞ്ചവും എന്ന് നമ്മൾ ചിന്തിപ്പാനിടയായിരുന്നു. യഥാർത്ഥത്തിൽ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണുവാൻ കഴിയുകയുമില്ല എന്നുള്ളത് സംശയമില്ലാതെ നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നതെന്ന് നമ്മളെപ്പോഴും ധ്യാനിച്ചുകൊള്ളണം. ഇല്ല എങ്കിൽ അത് നമുക്ക് പൂർണ്ണജ്ഞാനമായിരിക്കില്ല. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും ഏറ്റവും നല്ലത് ഒന്ന് നമുക്ക് മുൻകരുതിയിരിക്കുന്നതിനാണ് ദൈവം. അത് പ്രാപിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർച്ച പ്രാപിക്കണം. രക്ഷയ്ക്ക് മനുഷ്യൻ ജ്ഞാനിയായിരിക്കണം. ജ്ഞാനമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജ്ഞാനം നിലനിൽക്കുന്നത് ഒന്നാമത് അവനെക്കുറിച്ച്, രണ്ടാമത് ദൈവത്തെക്കുറിച്ച്. താൻ ആരാണെന്നറിയുമ്പോൾ തന്നെ ദൈവത്തെ അവന് വെളിപ്പെടും. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സത്യാന്വേഷിയായ മനുഷ്യൻ അതിനെ കണ്ടെത്താൻ ദൈവം ഇടവരുത്തുകയാണ്. അങ്ങനെ നമ്മൾ ചിന്തിച്ചപ്പോഴാണ് സൃഷ്ടിയെക്കുറിച്ചും സൃഷ്ടികർത്താവിനെക്കുറിച്ചും നമ്മൾ 3 മണ്ഡലങ്ങളിലായി ചിന്തിപ്പാനിടയായി തീർന്നു. 1 കാരണമണ്ഡലം, 2 ആത്മീയ മണ്ഡലം, 3 ഭൗമിക മണ്ഡലം. കാരണമണ്ഡലത്തിൽ കാരണഭൂതനായ ദൈവം മാത്രമേ ഉള്ളൂ. അതിനകത്ത് യാതൊരു തരത്തിലുള്ള സൃഷ്ടിയോ വസ്തുമയത്വമോ ദൃശ്യമായതോ അദൃശ്യമായതോ ഇല്ല. അവിടെ ഉള്ളത് കാരണഭൂതനായ അദൃശ്യനായ ദൈവം മാത്രമാണ്. ആ ദൈവത്തെ ആ മണ്ഡലത്തിൽ ആ നിലയിൽ കണ്ടെത്തുക സാധ്യമല്ല. കാരണം കണ്ടെത്തക്കതായ ഒന്നും അതിനകത്തില്ല. അതിൽ നിന്ന് ഉളവായതാണ് പ്രപഞ്ചം അല്ലെങ്കിൽ ആത്മീക ഭൗതിക മണ്ഡലങ്ങൾ. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഭൗതിക ആത്മീക മണ്ഡലങ്ങളിൽ കൂടിയാണ് അവനെ കാരണഭൂതനായവനെ കണ്ടെത്താൻ സാധിക്കുന്നത്. അങ്ങനെ കണ്ടെത്താൻ സാധിച്ച വിധമാണ് നമ്മൾ കഴിഞ്ഞ ഭാഗം പഠിക്കാനിടയായി തീർന്നത്. ദൈവത്തെ അന്വേഷിച്ച് ചെന്നവൻ ആത്മീയ മണ്ഡലങ്ങളിൽ ദൂതന്മാരെ സമീപിച്ചു, പുതിയ യെരുശലേമിനെ സമീപിച്ചു, സിയോനെ സമീപിച്ചു, ആത്മീക ആത്മസേനയെ സമീപിച്ചു, കിരൂബുകളെ, ദൂതം, ഇതൊക്കെയും സന്ദർശിച്ചത്. പക്ഷെ അവിടെ നിന്നെല്ലാം ഒരു കാര്യം സത്യാന്വേഷിക്ക് മനസ്സിലായി, ഇതൊന്നും കാരണമല്ല, ഇതിനൊക്കെയും കാരണമായ ഒരുവനുണ്ട്. ഒരു മുറിയിൽ
വെളിച്ചത്തെ അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യൻ ഈ വെളിച്ചം എവിടെ നിന്നു? രാത്രി അന്വേഷിച്ച് നടക്കുകയാണ്. ഇരുട്ടാണ്, നല്ല ഇരുട്ടാണ്, പക്ഷെ ശകലം വെളിച്ചമുണ്ട്. ഇത് എവിടെ നിന്ന് വരുന്ന ഈ വെളിച്ചം? ആ വെളിച്ചം അന്വേഷിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ വോൾട്ടേജ് കുറഞ്ഞ ഒരു ബൾബ് ഒരു മൂലയ്ക്ക് ശകലം കത്തി കിടക്കുകയാണ്. അതൊരു ഇൻഡിക്കേറ്ററാണ്. അതിൽ നിന്നാണ് ഈ വെളിച്ചം വരുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തിയ വെളിച്ചം വരുന്നത് ആ ബൾബിൽ നിന്നാണ്. അവിടെ ചെന്നു ഈ ബൾബിൽ ഈ വെളിച്ചം വരാൻ കാരണമെന്ന് ചിന്തിച്ചപ്പോൾ വൈദ്യുതി ഉണ്ടെങ്കിൽ, കറണ്ട് ഉണ്ടെങ്കിൽ ആ ഇൻഡിക്കേറ്റർ കത്തും. അങ്ങനെയുള്ള സംവിധാനമാണ് അത് ചെയ്തിട്ടുള്ളത് മനസ്സിലായി. അപ്പോൾ അതിന് കാരണം ലൈനിൽ കൂടി പോകുന്ന കറണ്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ കറണ്ട്, ബൾബ്, വെളിച്ചം എന്നിങ്ങനെ കണ്ടപ്പോൾ ഒരു കാര്യം ആ മനുഷ്യന് ബോധ്യമായി. ഈ വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ബൾബാണ്. ബൾബ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കറണ്ടുണ്ട്. അവിടെ നമ്മൾ ഗ്രഹിക്കാനിടയായി തീർന്നത് പ്രപഞ്ചത്തെ സൃഷ്ടികർത്താവിനെ അന്വേഷിച്ചു ചെല്ലുന്നതിൻ്റെ കാരണം അന്വേഷിച്ചു ചെല്ലുന്നവൻ അവൻ എത്തിച്ചേരുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ കൂടിയാണ് ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തു ദൈവജ്ഞാനമാണ്. ഒരു മനുഷ്യൻ്റെ ജ്ഞാനം അവനിൽ നിന്ന് വേർപെട്ട ഒന്നല്ല. അവൻ്റെ സകല പ്രവൃത്തിയോടു കൂടി അവൻ്റെ ജ്ഞാനം വ്യാപരിക്കുന്നുണ്ട്. ഇതുപോലെ ദൈവത്തിനോടുകൂടി, കാരണബോധനായ ദൈവത്തോടു കൂടി ദൈവത്തിൻ്റെ ജ്ഞാനം പ്രവർത്തിച്ചതാണ് പ്രപഞ്ചം. അത് രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. കാരണബോധനായ ദൈവത്തെ കൂടാതെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് നിലനിൽപ്പില്ല. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കറണ്ട് ഇല്ലെങ്കിൽ ബൾബിൽ വെളിച്ചമില്ല. ഇനി ബൾബ് കേടായാലും കറണ്ടുണ്ട്. വെളിച്ചമുണ്ടോ? കറണ്ടുണ്ടോ? കറണ്ടിനെ കൂടാതെ വെളിച്ചത്തിന് നിലനിൽപ്പില്ല. ഇതുപോലെ ദൈവത്തെ കൂടാതെ ക്രിസ്തു ഇല്ല. അപ്പം അന്വേഷിച്ചു ചെന്നവൻ ക്രിസ്തുവിനെ കണ്ടെത്തി, ദൈവത്തെ കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കില്ല. കാരണം ദൈവജ്ഞാനമാണ് ക്രിസ്തു. ക്രിസ്തുവിനെ കണ്ടപ്പോൾ അദൃശ്യനായ ദൈവം അവനോടുകൂടി ഉള്ളതുകൊണ്ട് അവൻ ദൈവത്തെ കണ്ടതായിട്ട് അവൻ വിശ്വസിക്കുന്നു. അതിലവൻ ഇനി അതിനും അപ്പുറം ഒന്ന് ചിന്തിപ്പാൻ അവനില്ല. കാരണം ക്രിസ്തുവിന് കാരണമാണ് ദൈവം. ക്രിസ്തു ദൈവത്തിൻ്റെ കാരണബോധനായ ദൈവത്തിൻ്റെ മാറിലാണ് വസിക്കുന്നത്. ഹൃദയത്തിലാണ് ഹൃദയത്തിൽ ജ്ഞാനം വസിക്കുന്ന പോലെ ക്രിസ്തു വസിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. എന്നാൽ ഇവിടെ മൂന്നാമതൊരു മണ്ഡലത്തിലേക്ക് നമ്മൾ വരികയാണ്. ഭൗമിക മണ്ഡലം. അതായത് ഈ ലോകം. ഭൗമിക മണ്ഡലം എന്ന് പറയുന്നതിനേക്കാൾ ഈ ലോകം എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ശരി. സൃഷ്ടിയെ സംബന്ധിച്ച് പ്രപഞ്ച സൃഷ്ടിയും ലോകത്തിൻ്റെ സൃഷ്ടിയും രണ്ടും രണ്ടാണ്. ലോകത്തിൻ്റെ സൃഷ്ടിക്ക് ചുരുങ്ങിയ കാലയളവ് മാത്രമേ പഴക്കമുള്ളൂ. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് അങ്ങനെയല്ല. അതിന് പഴക്കം നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കില്ല. പ്രപഞ്ചത്തിൻ്റെ ആരംഭം ഉളവായി വന്നിരിക്കുന്നത് ദൈവോത്തരയിൽ നിന്നാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്നാണ്. അതാണ് ദൈവജ്ഞാനം. ആ ജ്ഞാനം ഉളവായി വന്നിരിക്കുന്നത് കാരണബോധനായ ദൈവത്തിൽ നിന്നുമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഈ ലോകം ആണ്. ഇതിൽ കൂടി നാം പഠിക്കുന്നു. അതെന്തുകൊണ്ട് അതിനെ പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ചിന്തിക്കുന്ന അതിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരു കാര്യപ്രകാരം പറഞ്ഞു. ദൈവാദർശനാണ്, കാണാൻ സാധിക്കില്ല, ആരും കണ്ടിട്ടില്ല. അത്രയും ഉറപ്പ് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അങ്ങനെ സംശയമില്ലാതെ ഈ വചനം, നമുക്ക് തന്നിരിക്കുന്ന വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ തന്നെ ദൈവത്തെ കണ്ടിട്ടുണ്ട് എന്ന് ആത്മീയ മണ്ഡലങ്ങളിലും ഭൗതിക മണ്ഡലങ്ങളിലും പറഞ്ഞിട്ടുള്ളത് എന്താണെന്നാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുള്ളത് യേശുവിനെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പഠിക്കുന്നു. തോമാശ്ലീഹ യേശുവിനെ ദൈവവും പിതാവും എന്ന് വിളിക്കുന്നു. അതുപോലെ ആത്മീയ മണ്ഡലത്തിൽ ദൈവജ്ഞാനമായ ക്രിസ്തുവിനെ സീനായ് മലയിൽ കണ്ടവർ ദൈവത്തെ കണ്ടെന്നും പറയും. ഇതെന്തുകൊണ്ടെന്നുള്ള ചോദ്യമാണ് നമ്മൾ ഈ ചിന്തയുടെ ആരംഭത്തിൽ തുടങ്ങിയത്. അതിൽ കാരണബോധനായവനാണ് ദൈവമെന്നും അവനെ ദൈവമെന്ന് വിളിക്കുന്നു, അവനാണ് ദൈവം എന്ന് വിളിക്കപ്പെടാൻ യോഗ്യനെന്നും എല്ലാം നമ്മൾ പഠിച്ചു.
രണ്ടാമത് പഠിച്ചു ക്രിസ്തു ദൈവജ്ഞാനമാണ്. ദൈവജ്ഞാനം ദൈവത്തിൽ നിന്ന് വേർപെട്ട ഒന്നല്ല, അവനിൽ കൂടി അവൻ ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്, ലോകത്തെക്കുറിച്ചുള്ള പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. ആ ദൈവജ്ഞാനമാകുന്നു ക്രിസ്തു എന്നും അവനേക്കാൾ അപ്പുറം ദൈവത്തെ കാണാൻ സാധിക്കില്ല എന്നും എല്ലാം പഠിച്ചു. അതുകൊണ്ട് അവനെ ദൈവം എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല എന്നും പഠിക്കാനിടയാക്കും. അപ്പോഴും നമ്മളൊരു കാര്യം പറയുന്നത് ദൈവദർശനാണ്. അവൾ കണ്ടതാരെയാണ്? ദൈവത്തിൻ്റെ ഉദ്ദേശത്തെയാണ്, ദൈവത്തിൻ്റെ ജ്ഞാനത്തെയാണ് കണ്ടത്. ദൈവത്തെ കാണാൻ സാധിക്കില്ല, ദൈവത്തിൻ്റെ ജ്ഞാനത്തെ കണ്ടു. ഒരു മനുഷ്യനും ആ ജ്ഞാനം പോലെയാണോ ദൈവം ഇരിക്കുന്നത്? ഒരു മനുഷ്യൻ തനിക്കൊരു ഭവനം പണിയാൻ തീരുമാനിച്ചു. മനോഹരമായൊരു ഭവനം, 2 നില കെട്ടിടമുണ്ട്, 2 നിലയുള്ളത്, ഓട് വെച്ച ഒരു വീട്, അത് ചുറ്റുമതിൽ തീർത്ത് ഗാർഡനൊക്കെ പിടിപ്പിച്ച ഒരു വീട്, നല്ല ഭംഗിയായിട്ടൊരു വീട്. ആ വീട് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ വീട് ആ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ട്. ആ വീട്. അപ്പോൾ ഇവിടെ ചിന്തിക്കുന്ന ചിന്ത, ആ മനുഷ്യന് അദൃശ്യനും അദ്ദേഹത്തിൻ്റെ ജ്ഞാനം ദൃശ്യവുമെങ്കിൽ എങ്ങനെയിരിക്കും? തനിക്ക് ഒരു ഭവനം പണിയാനായി ചിന്തിച്ച ഒരു മനുഷ്യൻ, ആ ഭവനത്തിൻ്റെ രൂപം ആ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ട്. സപ്പോസ് നമ്മൾ ചിന്തിക്കുക, ആ മനുഷ്യന് അദൃശ്യനും ആ മനുഷ്യൻ്റെ ചിന്ത അല്ലെങ്കിൽ ജ്ഞാനം ദൃശ്യവുമെങ്കിൽ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ എന്ത് കാണാം? ഒരു നല്ലൊരു കെട്ടിടം, നല്ലൊരു വീട് കാണാം. ആ വീടിരിക്കുന്ന എവിടെയാണ്? മനുഷ്യൻ്റെ ജ്ഞാനം ഇരിക്കുന്നവൻ്റെ ഹൃദയത്തിലാണ്. അവൻ്റെ ഹൃദയം ഇരിക്കുന്ന ഭാഗത്ത് ഒരു നല്ലൊരു വീട് കാണാം. അവനെ കാണാനും പാടില്ല, അവൻ അദൃശ്യനാണ്. അവിടെ നമുക്ക് ചോദിക്കുന്ന ചോദ്യം, ഈ വീടിൻ്റെ രൂപവും ഈ മനുഷ്യൻ്റെ രൂപവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഈ വീടിൻ്റെ രൂപമാണോ മനുഷ്യൻ്റെ രൂപം? അല്ല. പിന്നെ എന്താണ് നമ്മൾ ആ വീട് കാണുന്നത്? ആ മനുഷ്യൻ്റെ പേര് ജോസഫ് എന്നാണ്. ആ മനുഷ്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, പുറത്ത് പോയിച്ച് ഈ നമ്മുടെ അടുത്തേക്ക് വരിക. നമ്മൾ സങ്കല്പിക്കുക, ആ മനുഷ്യൻ അദൃശ്യനും ആ മനുഷ്യൻ്റെ സങ്കല്പവും അല്ലെങ്കിൽ ജ്ഞാനവും ദൃശ്യമാണെന്നിരിക്കട്ടെ. ആ മനുഷ്യൻ വരുമ്പോൾ ആ മനുഷ്യനെ കാണാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തെ കാണാമെങ്കിൽ ഒരു വീട് താഴത്ത് നിന്ന്, നിലത്ത് നിന്ന് ഒരു 3 അടി പൊക്കത്തിൽ, അല്ലെങ്കിൽ അവൻ്റെ ഹൃദയം ഇരിക്കുന്ന ആ ഭാഗത്ത് അത്രയും പൊക്കത്തിൽ ഒരു വീട് അടുത്തടുത്ത് എന്നതായിട്ട് കാണാം. ആ മനുഷ്യൻ അദൃശ്യനാണ്. അതിങ്ങനെ അടുത്തടുത്ത് വരുമ്പോഴേക്കും ഇവിടെ പാടുമ്പോൾ ആഹാ, ആ മനുഷ്യൻ്റെ പേര് ജോസഫ് എന്നാണ്. ഞാൻ നോക്കിയതിന് ശേഷം നോക്കുമ്പോൾ ഒരു വീട് എൻ്റെ അടുത്തേക്ക് വരുവാണ്. നിലത്തുനിന്ന് ഒരു 3.5 അടി പൊക്കത്തിൽ അതിങ്ങനെ നീങ്ങി എൻ്റെ അടുത്തേക്ക് വരുവാണ്. അത് നോക്കിയതിന് ശേഷം ഞാൻ പറയാം, ഇതാ വീട് വന്നല്ലോ എന്ന് പറയുമോ അതാ ജോസഫ് എന്ന് പറയും? സംശയമില്ല, ജോസഫ് എന്ന് പറയും. ആ വീടാണോ ജോസഫ്? അല്ല. ജോസഫ് ഇരിക്കുന്ന വീട് പോലെയാണോ? അല്ല, അങ്ങനെയല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജ്ഞാനമാണ്. ഈ നിലയിൽ ആണ് നമ്മൾ ക്രിസ്തുവിനെ കാണുന്നത്. ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. പ്രപഞ്ചത്തെക്കുറിച്ച് ദൈവം എന്ന് പറയുന്നത് അനാദി, ശാശ്വതൻ, അദൃശ്യൻ, കാരണഭൂതൻ. അവൻ ഈ ഒരു സങ്കല്പങ്ങളിലോ ദൃശ്യതയിലോ ഒതുങ്ങുന്നവനല്ല. അവൻ പ്രപഞ്ചത്തെക്കുറിച്ചൊരു കാര്യം ചിന്തിച്ചത്, ആ ചിന്ത ആണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ ആധാരമാക്കിയിട്ടാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ച് ചെല്ലുന്നവൻ ക്രിസ്തുവിനെ കണ്ടപ്പോൾ നിന്നു മതി. കാരണം അതിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. അത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ഇതിനും അപ്പോൾ ഒരു ജ്ഞാനം ഇല്ല ദൈവത്തിന്. കാരണം അവൻ ഏകജാതനായതേക്കാം. ദൈവത്തിന് വേറൊരു ജ്ഞാനം ഉണ്ടെങ്കിൽ ഈ മനുഷ്യന് വേറൊരു വലിയൊരു കെട്ടിടം കൂടെ പണിയാനായിട്ട് ഉദ്ദേശമുണ്ടെങ്കിൽ വേറെ ഒരു വീട് കൂടാതെ ഒരു കെട്ടിടം കൂടെ വരും. അങ്ങനെയില്ല. അത് പ്രത്യേകിച്ച് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഉറപ്പ് എന്തെന്ന് മനുഷ്യൻ അറിയുന്നില്ല. നമുക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. ആ സ്ഥാനത്ത് ഞങ്ങൾ അവൻ്റെ തേജസ് ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായ തേജസ്സായി കണ്ടു. ദൈവത്തിൽ നിന്ന് ഒരു ജാതനേ ഉള്ളൂ, ഒരു ജ്ഞാനമേ ഉള്ളൂ, ഒരൊറ്റ ജ്ഞാനമേ ഉള്ളൂ. ചിന്തിക്കുക,
ഈ സ്ഥാനത്ത് മറ്റൊരു ഉദ്ദേശവും കൂടി, മറ്റൊരു ജ്ഞാനവും കൂടി, രണ്ടാമതൊരു ജ്ഞാനവും കൂടി ദൈവത്തിലുണ്ടെങ്കിൽ എവിടെ ചെന്ന ചിന്ത എവിടെ നിൽക്കും? ദൈവത്തെക്കുറിച്ചുള്ള ദർശനം എവിടെ നിൽക്കും? നമുക്ക് ആ ചിന്തയ്ക്കും അപ്പുറത്തേക്ക് പോകും കാര്യം. ഇവിടെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ചിന്താ കുഴപ്പങ്ങളുണ്ടാവും, അത്രമാത്രം. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നത് ഏകജ്ഞാനിയായ ദൈവം എന്ന് പറഞ്ഞാൽ ഞാനൊന്നേ ഉള്ളൂ, ഏകജാതൻ, ഒരു പുത്രനേ ഉള്ളൂ, ഒരു പുത്രനേ ഉള്ളൂ. ഇത് നോക്കിക്കൊണ്ട് പറയുന്നത് അവൻ ഏകൻ, ഏകദൈവം, ഏകജ്ഞാനം, ഏകപുത്രൻ. ഈ മൂന്നിന് വ്യത്യാസം വരുത്തിയിട്ട് ഏതെങ്കിലും വന്നിരുന്നു എന്ന് നമ്മൾ പല ഉപദേശങ്ങളും തത്വങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഇതിനൊരു ശകലം വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് എവിടെ ചെന്നതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ ഗൗരവം മനസ്സിലാവും. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ആ മനുഷ്യൻ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ജോസഫ് വന്നു, വീടല്ല വന്നത്, ജോസഫാണ്. ജോസഫ് അദർശനം അവൻ്റെ ജ്ഞാനം ദൃശ്യവുമെങ്കിൽ ഞാൻ വീടിനെ കണ്ടു. വീടല്ല ജോസഫ്, വീടിൻ്റെ ഷേപ്പല്ല ജോസഫ്. പക്ഷേ വീടിൻ്റെ ചിത്രം വരുന്നുണ്ടെങ്കിൽ അവിടെ വീടിൻ്റെ രൂപം എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ സംശയമില്ല, ജോസഫില്ലാതെ വീടില്ല. വീടില്ലെങ്കിലും ഒരു പക്ഷേ ജോസഫുണ്ട്, ജോസഫില്ലാതെ വീടില്ല. ഇതുപോലെയാണ് ക്രിസ്തുവിലേക്ക് നോക്കി. ക്രിസ്തുവാണ് വന്നിരിക്കുന്നത്, ക്രിസ്തുവിനെയാണ് കണ്ടത്, സംശയമില്ല. ദൈവമില്ലാതെ ക്രിസ്തുവിന് പ്രത്യക്ഷതയില്ല. ആധാരമില്ലാതെ, സമുദ്രമില്ലാതെ തിരയുണ്ടോ? തിരയില്ലാതെ സമുദ്രമുണ്ട്, സമുദ്രമില്ലാതെ തിരയില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ കണ്ടവൻ സംശയം വേണ്ട, ആധാരമായ ദൈവത്തെ കണ്ടിരിക്കുന്നു എന്ന് സംശയമില്ലാതെ പറയാം. ഇതാണ് നമ്മൾ ആത്മീയമണ്ഡലങ്ങൾ കണ്ടെത്തിയത്, ആത്മീയമണ്ഡലങ്ങൾ കണ്ടെത്തിയ ദൈവം. അതാണ് സ്തോത്രം. അടുത്തത്, മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ ഈ മനുഷ്യനെ ആദ്യമായി ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കും. നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനുണ്ടാക്കുക. എന്താണ് കർത്താവിൻ്റെ സ്വരൂപം? എന്താണ് കർത്താവിൻ്റെ സാദൃശ്യം? ഇപ്പോൾ അത് ആ ഭാഗം ചിന്തിക്കുന്ന ഒരു പഠനമുണ്ട്, അതിൽ നമുക്ക് ചിന്തിക്കാം. ഇതിലൊറ്റ കാര്യം മാത്രം ചിന്തിക്കാം. അവൻ സൃഷ്ടിക്കപ്പെടുമ്പോൾ എങ്ങനെ സൃഷ്ടിച്ചു? വരാനിരിക്കുന്നവൻ്റെ പ്രതിരൂപമായ ആദാമിനെ സൃഷ്ടിച്ചത് വരാനിരിക്കുന്നവൻ്റെ പ്രതിരൂപത്തിലാണ്. വരാനിരിക്കുന്നവൻ സംശയമില്ല, ക്രിസ്തു വരാനിരിക്കുന്നതാണ്. അതും നമുക്കറിയാം. അങ്ങനെ വരാനിരിക്കുന്ന യേശുവിൻ്റെ ഷേപ്പിലാണ് ആദാമിനെ സൃഷ്ടിച്ചതെന്ന് നമുക്കറിയാം. അവിടെ നിന്ന് തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പാപത്തിലകപ്പെട്ടു, മാനവരാശി പാപത്തിൽ വീണു, പാപത്താൽ ജനിച്ച മനുഷ്യൻ ലോകത്തിൽ നിറഞ്ഞു, കർത്താവിനോട് വസിക്കാൻ ആരുമില്ലെന്നുള്ള നിലയായി. അപ്പോൾ വീണ്ടെടുപ്പിനായിട്ട് ഈ കാര്യം തീരുമാനിച്ചു. ആര് തീരുമാനിച്ചു? ദൈവം തീരുമാനിച്ചു. ദൈവം അതിന് എന്ത് ചെയ്തു? ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ദൈവം അയച്ചതായിട്ട് പറയുന്ന ആരൊക്കെ ഉണ്ടെന്നറിയും? ദൈവം അയച്ചത് ദൂതനെ അയക്കും, ആത്മാവിനെ അയക്കും, വചനത്തെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അയക്കും. അത് മുഖ്യമായിട്ട് അത് 3 കാര്യങ്ങൾ. അപ്പോൾ ദൈവം വീണ്ടെടുപ്പിനായിട്ട് ഈ ലോകത്തിലേക്ക് പാപത്തിൽ വീണ മനുഷ്യനെ അവനെ തിരികെ കൊണ്ടുവരണം, അവനെ പരിഹാരം വരുത്തണം. അതിനു വേണ്ടി ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ഏത് പുത്രനെ? നമ്മൾ ആദ്യം പറഞ്ഞ ആത്മമണ്ഡലങ്ങളിൽ സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിലിരിക്കുന്ന ദൈവജ്ഞാനമാകുന്ന ക്രിസ്തു എന്ന ദൈവപുത്രനെ നീ പോയി അവരെ വീണ്ടെടുക്കാനായിട്ട് ഇങ്ങോട്ട് അയച്ചു. ദൈവപുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ഈ ദൈവപുത്രൻ
ഈ ദൈവപുത്രൻ എങ്ങനെ ലോകത്തിലായിരിക്കുന്നു, ഈ ലോകത്തിലേക്ക് എങ്ങനെ വന്നു, അയക്കപ്പെട്ട ദൈവപുത്രൻ ലോകത്തിലേക്ക് എങ്ങനെ വന്നു? അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് ഏതെല്ലാം വിധത്തിൽ അയച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇതിനു മുമ്പ് എങ്ങനെ അയച്ചു? നമ്മൾ 1 പത്രോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം മനസ്സിലാകുന്നു. 2, 19, 20, 21 അങ്ങനെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ദൈവം കൊണ്ട് നോഹയുടെ കാലത്ത് നോഹ പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ ആത്മാവിൽ അവൻ ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആത്മാവിൽ അവൻ ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആത്മാവിൽ അവൻ, ഏതാത്മാവിൽ? പോയതാര്? അവൻ ചെന്നു എന്ന് പറയുമ്പോൾ അവനാര്? ക്രിസ്തു. അവിടെ എഴുതിയിട്ടുണ്ട്, പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്, ക്രിസ്തുവോ. ക്രിസ്തു ആത്മാവിൽ ചെന്നു. ക്രിസ്തു പോകുന്ന ആത്മാവ് ഏതാണ്? ക്രിസ്തു പോകുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ ക്രിസ്തു നോഹയുടെ കാലത്ത് പോയി. നോഹയിൽ പരിശുദ്ധാത്മാവ് വസിച്ചു. പരിശുദ്ധാത്മാവ് വസിച്ച നോഹയിൽ കൂടി ക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിക്കപ്പെട്ടു. ഇത് തന്നെ കാരണം. അപ്പം അന്ന് അയച്ചത് വചനത്തെയാണ്. ക്രിസ്തു വചനമായിട്ട് നോഹയിൽ വന്നു. ആദാമിലെങ്ങനെ വന്നു? തേജസ്സും ബഹുമാനവനെ അണിയിച്ചു. തേജസ്സിൻ്റെ കർത്താവാണ് അയച്ചു. ആദാമിലേക്ക് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അയച്ചത് ദൈവതേജസ്സിനെയാണ്. അപ്പോൾ ആദാമിൽ വന്നത് ദൈവതേജസ്, നോഹയിൽ വന്നത് ദൈവത്തിൻ്റെ വചനം, മറിയിൽ വന്നതോ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന പ്രജ ദൈവത്തിനെന്ന് വിളിക്കപ്പെടും. അത്യുന്നതൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ, അത്യുന്നത ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവശക്തിയും ദൈവജ്ഞാനമായത് ക്രിസ്തുവിൻ്റെ നിഴലാണ്. ആ സിംഹാസനത്തിന്, സ്വർഗാദി സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ നിഴലാണ് മറിയയിൽ വന്നത്. അവിടെ നിന്നാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. അപ്പം അന്ന് വന്നത് ഒരു മനുഷ്യനായിട്ട് വന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദാമിലേക്ക് പരിശുദ്ധാത്മാവിൽ യേശു തേജസ്സായിട്ട് വന്നു. നോഹയിലേക്ക് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ വചനമായിട്ട് വന്നു. മറിയയിലേക്ക് പരിശുദ്ധാത്മാവിൽ മനുഷ്യനായി വന്നു. ഇത് 3 ക്രിസ്തുവാണ്. ഒന്ന് തേജസ്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അവരിത് അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിൻ്റെ കർത്താവിനെ ഘോഷിക്കുകയില്ലായിരുന്നു. തേജസ്സിൻ്റെ കർത്താവിനെ ഘോഷിച്ചത് തേജസ്സായിട്ടാണ്. അത് ദൈവത്തിൻ്റെ വചനമാണ് ക്രിസ്തു നോഹയിൽ കൂടി പ്രസംഗിച്ചത്. ഇവിടെ ഇതാ പറഞ്ഞിരിക്കുന്നു, മനുഷ്യനായിട്ട് ലോകത്തേക്ക് വന്നു. ഇതും ക്രിസ്തു തന്നെയാണ്. അവിടെ നിന്ന് വളർച്ച ആരംഭിച്ചു. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, അവൻ ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ കൂടി വെളിപ്പെടാൻ തുടങ്ങി. ഏതൊക്കെ വെളിപ്പെട്ടു? ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ കഴിവ് എന്നീ 3 കാര്യങ്ങൾ അവനിൽ കൂടി വെളിപ്പെട്ടു. പാപങ്ങളെ മോചിച്ചു, അതിന് അധികാരം അവനുണ്ടായിരുന്നു. പിതാവിൻ്റെ പ്രവൃത്തി ഞാൻ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളതിനെ വിശ്വസിക്കേണ്ട. പിതാവിൻ്റെ പ്രവൃത്തി അങ്ങനെ തന്നെ അവൻ നിവർത്തിച്ചു. ദൈവത്തിൻ്റെ വിശ്വസ്തത അത് അവനിൽ നിന്ന് വെളിപ്പെട്ടു. അവൻ വളർച്ചാ പൂർത്തീകരണം പ്രാപിച്ചു. അതായത് ക്രിസ്തു എന്തെല്ലാം ചെയ്യുമോ, അതായത് ദൈവജ്ഞാനമായ ക്രിസ്തു എന്തെല്ലാം പഴയ നിയമത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, അതൊക്കെ തന്നെയും അതുപോലെ തന്നെ യേശുവും പ്രവർത്തിച്ചു. ഈ മനുഷ്യനും പ്രവർത്തിച്ചു. ഈ മനുഷ്യൻ പ്രവർത്തിച്ചതോടുകൂടി
അവൻ ക്രിസ്തു തന്നെയെന്ന് നിർണയിക്കപ്പെട്ടു. അവിടെ കർത്താവ് പറയുകയാണ്, ഒരിക്കൽ ഇതാ സ്വർഗസ്നായ പിതാവേ, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തി അവൻ തികച്ചു. ആ തികച്ചതോടുകൂടി, ആ പ്രവൃത്തി തികച്ചതോടുകൂടി അവൻ തേജസ്കരിക്കപ്പെട്ടു. അതായത് ക്രിസ്തു തന്നെയെന്ന് നിർണ്ണയിക്കപ്പെട്ടു. അതുകൊണ്ട് വചനം പറയുകയാണ്, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയിൽ ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണ്ണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതിനാൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ ദൈവപുത്രൻ എന്ന് തെളിയിക്കപ്പെട്ടു. ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് യേശു പ്രകാരം പറഞ്ഞു, ഇന്നു മുതൽ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും. ക്രിസ്തു യേശുവിൽ സ്വർഗസ്ഥനായ പിതാവിനെ കണ്ടെത്തി. അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത്, അവനിലേക്ക് നോക്കിയപ്പോൾ ആരെ കണ്ടു? അവനിലേക്ക് നോക്കിയപ്പോൾ ആരെ കണ്ടു? ഷണ്ഡൻ പറഞ്ഞു, ഇതാ വെള്ളം, സ്നാനമേൽക്കുന്നതിന് ഇനി എന്ത് വിരോധം? അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അപ്പോസ്തലനായ ഫിലിപ്പോസ് പറഞ്ഞു, ഫിലിപ്പോസ് പ്രകാരം പറഞ്ഞു, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കണമെങ്കിലാകാം. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കണം. ആരെയാ? യേശുവിനെ. എന്തെന്നാ? ദൈവമെന്നാ? അല്ല. ഫിലിപ്പോസ് വിശ്വാസം ഏറ്റു പറയുക, യേശു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസത്തിൻ്റെ വഴി പോയതാണ്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം പോയത് യേശു ദൈവം എന്നുള്ളതല്ല. പിന്നെയോ, ദൈവം തൻ്റെ പുത്രനെ ലോകരക്ഷിതാവായിട്ട് ലോകത്തിലേക്ക് അയച്ചു. പുത്രനെയാണ് അയച്ചത്. യേശു ആരെന്ന് വിശ്വസിക്കുമ്പോൾ അതിന് അടിസ്ഥാനം വേണ്ടത് ദൈവപുത്രനെയാണ്. ദൈവപുത്രനാണ്. ഞാൻ യേശു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫിലിപ്പോസിനെ സ്നാനപ്പെടുത്തി. അവിടെ നിന്നൊരു കാര്യം മനസ്സിലാവുകയാണ്, യേശു ദൈവപുത്രനെന്ന് വിശ്വസിച്ചു. ദൈവപുത്രൻ ദൈവജ്ഞാനമായ ക്രിസ്തുവാണ്. അവൻ ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധാരം ദൈവാത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആധാരം കാരണബോധനാണ്. കാരണബോധൻ്റെ മാറിലാണ് ദൈവജ്ഞാനമായി ക്രിസ്തു ഇരിക്കുന്നത്. ക്രിസ്തുവിനെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു. അവിടെ നമ്മൾ പഠിക്കുന്നത്, യേശുവിൽ ക്രിസ്തുവിനെ കണ്ടവൻ ക്രിസ്തുവിൽ കാരണബോധനായവനെ കാണുന്നു. ക്രിസ്തുവിനെ കണ്ടവൻ ദൈവപുത്രനെ കാണുന്നു. ദൈവപുത്രനെ കണ്ടവൻ ദൈവത്തെ കാണുന്നു. ക്രിസ്തുവിനെ കൂടാതെ മനുഷ്യപുത്രനില്ല. കാരണബോധനെ കൂടാതെ ദൈവപുത്രനുമില്ല. കാരണബോധൻ ആത്മീയ മണ്ഡലങ്ങളിൽ ദൈവജ്ഞാനവും ദൈവശക്തിയുമായ ദൈവക്രിസ്തുവായിട്ട്, ഈ ക്രിസ്തു ഭൗതിക മണ്ഡലത്തിൽ മനുഷ്യനായ യേശുവായിട്ട് പ്രധാന സ്വാധീനം. കാരണബോധനിൽ ദൈവപുത്രനില്ല, മനുഷ്യപുത്രനില്ല. എന്നാൽ മനുഷ്യപുത്രനിൽ ദൈവപുത്രനുമുണ്ട്, കാരണബോധനായവനുണ്ട്. അതുകൊണ്ട് യേശുവിനെ നോക്കുമ്പോൾ എൻ്റെ ദൈവമേ എന്ന് മാത്രമല്ല, എൻ്റെ ദൈവം എന്ന് മാത്രമല്ല, അദൃശ്യനായ ദൈവം അതിനകത്തുണ്ട്. മാത്രമല്ല, എൻ്റെ പാപങ്ങളുടെ വീണ്ടെടുപ്പിനായി സ്വർഗത്തിൽ അയച്ച ദൈവപുത്രൻ അതിനകത്തുണ്ട്. മാത്രമല്ല, പാപപരിഹാരത്തിനായിട്ട് എടുത്ത കാൽവരിയിൽ തകർന്ന മനുഷ്യവേഷവും അതിനകത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ, അവൻ ഏകസത്യ ദൈവത്തെ കണ്ടതായിട്ട് ദൈവം അംഗീകരിക്കും. കാരണബോധനെയും ദൈവപുത്രനെയും കൂടാതെ ഈ ശരീരത്തെ മാത്രം കണ്ടവൻ, ഈ ശരീരത്തെ മാത്രം കാണുന്നവനെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ
യോഗ്യതയില്ല. ദൈവവചനം അനുസരിക്കുന്ന അതിന് ദൈവവചനം അതിന് കൽപ്പിക്കുന്നുമില്ല. കാരണം ഈ മനുഷ്യപുത്രനെ കണ്ടവൻ അതിൽ കൂടി ദൈവപുത്രനെ കാണണം, ദൈവപുത്രനെ കണ്ടവൻ അതിൽ കൂടി അദൃശ്യനായ ദൈവത്തെ കാണണം. അങ്ങനെയുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവനെ ദൈവം എന്ന് വിളിക്കുന്നതിന് യാതൊരു വിരോധമില്ല. അത് സത്യവുമാണ്. പക്ഷേ അതിനും അപ്പുറം ഉള്ള ചിന്ത വരുമ്പോഴാണ് അത് സംശയമുളവാകും. പലരും പല രീതിയിലുള്ള വിശ്വാസമാണ്. അതിൽ നിന്ന് നമ്മൾക്കൊരു കാര്യം മനസ്സിലാകുന്നത്, അവൻ്റെ ശരീരം ദൈവമാകുന്നുവോ എന്നൊരു ചോദ്യം ഒരാൾ ചോദിക്കാം. അവൻ്റെ ശരീരം ദൈവമാകുന്നു. ജീവനില്ലാത്തൊരു ശരീരം കല്ലറയിൽ കൊണ്ടുവച്ചിരിക്കുന്ന മൂന്നാമത്തെ ദിവസം, ആ 3 ദിവസം ആ ശരീരം ജീവനറ്റതായി അവിടെ ഇരിക്കുക. അത് ദൈവമാകുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അതിൻ്റെ ഉറവിടം എവിടെയെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അതിൻ്റെ ഉറവിടം ഭക്ഷണമാണ്, ജീവനാണ്. അതിനെ ഭക്ഷണം കഴിച്ച് വളർന്നതാണ് ആ ശരീരം. ആ ശരീരം വിശുദ്ധമാണ്. കാരണം അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ മൂലം, അതിന് വേര് വിശുദ്ധമാണ്. അതുകൊണ്ട് പിണ്ഡം മുഴുവൻ അങ്ങനെ തന്നെയാണ്, വിശുദ്ധമാണ്. പക്ഷേ അത് ദൈവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ദൈവത്തെ കാണാം. അതുകൊണ്ട് തോമാസിലെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, എൻ്റെ കർത്താവും ദൈവമായുള്ളത്. ആ കാണുന്നതിൽ കർത്താവുണ്ട്, അത് ദൈവമുണ്ട്. കാണുന്നത് കർത്താവാണ്, കാണുന്നത് കർത്താവിനെയാണ്. ദൈവം ഏകനല്ലോ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, മനുഷ്യനായ യേശു. മനുഷ്യനായ യേശുവിനെ കാണാം, ഏകദൈവത്തെ കാണാൻ സാധിക്കില്ല. ഏകദൈവത്തെ കണ്ടെന്ന് പറഞ്ഞാൽ അടിസ്ഥാനം തെറ്റും. ഏകദൈവത്തെ കാണുന്നത് ക്രിസ്തുവിൽ കൂടിയും മനുഷ്യത്തിൽ കൂടിയും മാത്രമേ പറ്റൂ. അതിനും അപ്പുറം കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ശരി. പക്ഷേ ഞാൻ ഈ ഏകസത്യ ദൈവത്തെ, ഈ കാണുന്ന ആളാണ് ഏകസത്യ ദൈവം, ഈ കാണുന്നത് മാത്രമാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥമില്ല. കാരണം നാം കാണുന്ന യേശു എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ നിഴലാണ്. അവൻ വളർച്ച പൂർത്തീകരിച്ച് ദൈവം അവനെ കർത്താവും ക്രിസ്തുവുമായി ഉയർത്തിയെന്ന്. അവൻ ക്രിസ്തുവായി, ക്രിസ്തു കാരണഭൂതനായ ദൈവത്തിൻ്റെ മാർഗ്ഗമാണ്. അവനെ കണ്ടവൻ ഫിലിപ്പോസ് ആരെ കണ്ടു? യേശുവിനെ കണ്ടവൻ ഫിലിപ്പോസിൽ ചോദിക്കുകയാണെങ്കിൽ നീ ആരെ കണ്ടു? യേശുവിനെ കണ്ടു. യേശുവിൽ ആരെ കണ്ടു? ദൈവപുത്രനെ കണ്ടു. ദൈവത്തെ കണ്ടെന്നല്ല, ദൈവപുത്രനെ കണ്ടെന്നു. ആണോ? നീ ദൈവപുത്രനിൽ ആരെ കണ്ടു? കാരണവനായ ദൈവത്തെ കണ്ടു. ശരിയായ റൂട്ട്, ശരിയായ വഴി. ദൈവത്തിൻ്റെ ആത്മാവ് വിശ്വസിക്കുന്ന ഏവർക്കും സ്പഷ്ടമായി വഴി കൊടുത്തിരിക്കുക. കണ്ടതാരെ? യേശു എന്ന മനുഷ്യനെ. യേശു എന്ന മനുഷ്യനെ നീ ആരെ കണ്ടു? ദൈവപുത്രനായ ക്രിസ്തുവിനെ കണ്ടു. ദൈവപുത്രനായ ക്രിസ്തുവിൽ നീ ആരെ കണ്ടു? കാരണഭൂതനായ ദൈവത്തിൻ്റെ മാർഗ്ഗമാണ് അവൻ ഇരിക്കുന്ന, ദൈവജ്ഞാനമാണ് അവനെ കണ്ടു. മതി. അതിനും അപ്പുറത്തേക്ക് ഒരു മനുഷ്യന് അന്വേഷിച്ച് ചെല്ലാൻ സാധിക്കില്ല. നീ ദൈവത്തെ കണ്ടു, അത് ദൈവം അംഗീകരിച്ചു. അപ്പോഴും ദൈവം ആദർശനെന്നുള്ളതിനോ, അപ്പോഴും ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും എന്നുള്ള പ്രമാണത്തിന് ഒരു തെറ്റുമില്ല. കാരണം കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുവെങ്കിൽ ദൈവത്തെ ആയിരിക്കില്ല. കണ്ടതിൽ കൂടി വിശ്വാസത്താൽ ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ ശരി, അത് ശരി. അല്ലാത്തത്തോളം കാലം ആ സത്യം പൂർണ്ണമാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവപുത്രനായ ക്രിസ്തുവിനെ കണ്ടെത്താം. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി, ദൈവപുത്രനായ ക്രിസ്തുവിൽ കൂടി ഏകസത്യ ദൈവത്തെ കണ്ടെത്താം. നമ്മുടെ രക്ഷയ്ക്കായി വന്നവൻ, തേജസ്കരിക്കപ്പെട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തവൻ, അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ കർത്താവാണ്, നമ്മുടെ ദൈവമാണ്. നമ്മുടെ എല്ലാം അവൻ തന്നെയാണ്, മാറ്റാറ്റമില്ല. എന്നാൽ ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയുക, വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുക. നാം അപ്രകാരം വ്യവസ്ഥ പ്രകാരം ചട്ടപ്രകാരം ഓടുന്നുവെങ്കിൽ നാം എത്തിച്ചേരുന്ന സ്ഥാനം അത്ര വലുതായിരിക്കും, പവിത്രമായിരിക്കും. അതിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നടത്തട്ടെ. നമ്മുടെ കുറവുകളെ കർത്താവ് പരിഹരിച്ച് ആ ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് നമുക്ക്